ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ജനുവരി 25 മുതൽ +1 +2 ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വഴി +1 +2 എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ +1 +2 പരീക്ഷ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഫ്രീ ആയി ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ +1 +2 ബോർഡ് എക്സാമിന് ഫുൾ മാർക്കല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. ഗുഡ് ഈവനിങ് ടു ഓൾ. സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വർഷത്തെ ബോർഡ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായൊരു ചാപ്റ്ററാണ്, ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അധികം ഡെറിവേഷൻ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ വേഗം ഓടിച്ച് നോക്കാം. സോ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഇതിൽ ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. എന്താണ് ഈ ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കും രണ്ടും സെയിം ആണെന്ന് വിചാരിക്കും അല്ലേ. ഈ ഹീറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയും, ടെമ്പറേച്ചർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറ്റ് ആണെന്ന് പറയും അല്ലേ. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നമുക്ക് തോന്നും. ജസ്റ്റ് ലൈക്ക് മാസ് ആൻഡ് വെയിറ്റ്, മാസും വെയിറ്റും ഓൾമോസ്റ്റ് സെയിം എന്ന് നമ്മൾ വിചാരിക്കും പോലെ, പക്ഷേ ദേ ആർ എൻ്റയർലി ഡിഫറെൻറ്റ്. അതുപോലത്തെ രണ്ട് ടേംസ് ആണ് ഈ ഹീറ്റും ടെമ്പറേച്ചറും. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ ഹീറ്റ്? ഹീറ്റ് ഈസ് ദി ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റം. എന്താണ് ഹീറ്റ് എന്ന് പറയുന്നത്? എനർജിയുടെ ഒരു ഫോമാണ്. ക്യാൻ ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തിൽ നിന്നും കുറഞ്ഞ ഭാഗത്തിലേക്ക് എന്ത് ചെയ്യും, ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആവും. സോ ജസ്റ്റ് ലൈക്ക് എനർജി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് തന്നെയാണ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ. എന്ത് തന്നെയാണ്? എനർജിയുടെ ഒരു ഫോം മാത്രമാണ്. ഹീറ്റ് ഈസ് ദി form of energy transferred between two systems by virtue of temperature difference. But temperature difference ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തിൽ നിന്നും കുറഞ്ഞതിലോട്ട് എന്ത് ചെയ്യും, ഈ ഹീറ്റിംഗ് ട്രാൻസ്ഫർ ആവും. സോ ദാറ്റ് ഈസ് കോൾഡ് ഹീറ്റ്. SI യൂണിറ്റ് ഓഫ് ഹീറ്റ്. എന്താണ് ഈ ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്? SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ഈസ്, ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ദിസ് ഹീറ്റ്? എന്നാണ് ഹീറ്റ് ഈസ് ജൂൾ. നമ്മൾ സാധാ ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് എന്ത് പറയുന്നത്, ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി CGS യൂണിറ്റ് ഓഫ് ദിസ് ഹീറ്റ്? ഹീറ്റിന്റെ CGS യൂണിറ്റ് എന്തായിരിക്കും? CGS യൂണിറ്റ്, the CGS unit of heat is calories. എന്താണ്? കാലറി. CGS unit of heat is calories. SI സിസ്റ്റം എന്താണ്? SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്താണ്? ജൂൾ ആണ്. CGS യൂണിറ്റ് എന്താണ്? കാലറീസ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് കാലറീസ് ആൻഡ് ജൂൾ? ഈ കാലറിയും ജൂളും തമ്മിൽ റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് 1 calorie is equal to 4.2 ജൂൾ. സോ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താണ് റിലേഷൻ? 1 calorie is equal to 4.2 ജൂൾ. ദെൻ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ടെമ്പറേച്ചർ? എന്താണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ ഈസ് ദി മെഷർ ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ക്ലിയർ ആണോ? അപ്പം ഹീറ്റും ടെമ്പറേച്ചറും ഓൾമോസ്റ്റ് നമുക്ക് സെയിം ആണ് തോന്നുന്നെങ്കിലും ദേ ആർ എൻ്റർലി ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ആ എനർജി എത്രത്തോളം ഉണ്ട് അതിൻ്റെ മെഷറബിൾ ആണ് എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് ദ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ SI യൂണിറ്റ് ഓഫ് ദിസ് ടെമ്പറേച്ചർ ഈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ ആണ്. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താണ്? കെൽവിൻ ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ബാക്കി ഏതൊക്കെ യൂണിറ്റ്സിൽ നമ്മൾ ഇത് ടെമ്പറേച്ചർ മെഷർ ചെയ്യും? കെൽവിൻ SI യൂണിറ്റ് ആണെങ്കിൽ CGS എന്ത് പറയാം? ഡിഗ്രി സെൽഷ്യസ് അല്ലേ. ഡിഗ്രി സെൽഷ്യസ് ഒരു യൂണിറ്റ് ആണ്. ദെൻ ഡിഗ്രി ഫാരൻഹീറ്റ് മറ്റൊരു യൂണിറ്റ് ആണ് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് യൂസ് ചെയ്യാം? SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കെൽവിൻ ആണ്. അതർ യൂണിറ്റ്സ് ആർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ഹീറ്റ് എന്ന് വെച്ചാൽ? ഹീറ്റ് ഇസ് ദി ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റം ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും, ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. ഹീറ്റ് കൂടിയ ഭാഗത്ത് നിന്ന് കുറച്ചിലോട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് ഹീറ്റ്. ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. എന്നാൽ ടെമ്പറേച്ചർ
ടെമ്പറേച്ചർ ഈസ് ദി മെഷർ ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ഇനി അതിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ഈസ് ജൂൾ ആൻഡ് SI യൂണിറ്റ് ഓഫ് ദിസ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ. അങ്ങനെയാണെങ്കിൽ ദ ഡിവൈസ് വിച്ച് ക്യാൻ യൂസ് ടു മെഷർ ഹീറ്റ് എനർജി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? ദ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ് ടു മെഷർ ഹീറ്റ്. അറിയാവോ? ഹീറ്റ് എനർജി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? ദാറ്റ് ഈസ് കലോറിമെട്രി അല്ലേ? ഇതാണ് കലോറിമെട്രി. ഹീറ്റ് എനർജി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? കലോറിമെട്രി. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ ഏതൊക്കെ സ്കെയിൽ ഉപയോഗിക്കും? കെൽവിൻ സ്കെയിൽ യൂസ് ചെയ്യാം, ദെൻ ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ യൂസ് ചെയ്യും, അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ യൂസ് ചെയ്യും. സോ ഇത് നമുക്ക് തെർമോമീറ്റർ എന്ന് പറയാം അല്ലേ? തെർമോമീറ്റർ വിച്ച് ക്യാൻ ബി യൂസ് ടു മെഷർ ടെമ്പറേച്ചർ. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കെൽവിൻ സ്കെയിൽ, ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഇതുമായി വരുന്നത്, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ക്ലിയർ ആണോ അത്രയും? The next is relation between degree Celsius, degree Fahrenheit and Kelvin. ഇവ മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോൾ ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് കെൽവിൻ സ്കെയിൽ. നമ്മൾ പരീക്ഷയ്ക്ക് ഇതുമായി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ കൺവേർഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ മൂന്ന് സ്കെയിൽ തമ്മിലുള്ള റിലേഷൻ ആണ്. ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മാത്രം മതി. നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഫോർമുല? C/100 is equal to F minus 32/180 is equal to K minus 273/100 എന്നാണ്. ഇവിടെ C എന്ന് വെച്ചാൽ എന്താണ്? C എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ എന്നാണ്. C is ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ, F എന്ന് വെച്ചാൽ ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് K is കെൽവിൻ സ്കെയിൽ. ദെൻ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദിസ് ഇക്വേഷൻ can also be written as C/5 is equal to F minus 32/9 is equal to K minus 273 divided by 5. കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ഫോം ആണ്. ഇതാണ് ഇക്വേഷൻ. C/5 is equal to F minus 32/9 is equal to K minus 273/5. അപ്പം കെൽവിൻ, ഫാരൻഹീറ്റ് ആൻഡ് ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ ഇവ മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഏത് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ നിന്ന് ഫാരൻഹീറ്റ് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഫാരൻഹീറ്റ് സ്കെയിലിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഫാരൻഹീറ്റ് സ്കെയിൽ ടു കെൽവിൻ ഓർ കെൽവിൻ ടു ഫാരൻഹീറ്റ് സ്കെയിൽ, എങ്ങനെ ഏത് സ്കെയിൽസ് വേണമെങ്കിൽ എന്ത് ചെയ്യും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. ക്ലിയർ? അപ്പൊ എഴുതി വെച്ചു ഇക്വേഷൻ എന്താണ്? C/5 is equal to F minus 32/9 is equal to K minus 273/5. Clear? So അതൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺവേർട്ട് ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് സ്കെയിൽ. ഒന്ന് കൺവേർട്ട് ചെയ്യാവുന്നത് വേഗം. ടു കൺവേർട്ട് 100 ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് സ്കെയിൽ അല്ലേ? അപ്പോൾ തന്നിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ തന്നിട്ടുണ്ട്. എത്രയാണ് വാല്യൂ? ഡിഗ്രി സെൽഷ്യസ് വാല്യൂ 100 ആണ്. ഈ 100നെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ എന്താണ് നമ്മുടെ ഇക്വേഷൻ? അവർ ഇക്വേഷൻ ഈസ് C/5 is equal to F minus 32/9 is equal to K minus 273/5 എന്നാണ്. ഇവിടെ ഏതൊക്കെ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രണ്ട് സ്കെയിൽസ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഏതൊക്കെ? ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും. കാരണം തന്നിട്ടുള്ള ഈ രണ്ട് സ്കെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ അതനുസരിച്ച് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. C/5 is equal to F minus 32/9. ഇനി സിയുടെ വാല്യൂ, സി മീൻസ് ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് വാല്യൂ? സി ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ സിക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദാറ്റ് ഈസ് 100 divided by 5 is equal to F minus 32 divided by 9 എന്നാണ്. ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് എന്ത് കണ്ടുപിടിച്ചാൽ മതിയാവും? എഫ് കണ്ടുപിടിക്കണം അല്ലേ?
ഈ 105 വെച്ച് കട്ട് ചെയ്ത് പോകും. ഈ 9 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ -32 ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരണം, പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് therefore f is equal to what is 100/5, that's equal to 20, right? 20 into 9. ഈ താഴത്തെ 9 എന്ത് ചെയ്യും? ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. 20 into 9 is equal to f minus 32 എന്നാണ്. That's equal to 20 into 9 is equal to 180. 180 is equal to, hello, good evening. Okay, 180 is equal to f minus 32. 180 is equal to f minus 32. ഈ minus 32 എന്ത് ചെയ്യണം? ഈക്വലിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് therefore f is equal to 180 plus 32. That's equal to 212 degree Fahrenheit. അപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ ഫാരൻഹീറ്റ് വാല്യൂ എത്രയാണ്? 212 degree Fahrenheit. ക്ലിയർ ആണത്? ഇപ്പോൾ കണ്ടുപിടിക്കേണ്ട ഏത് സ്കെയിൽസ് ആണോ ആ 2 സ്കെയിൽസ് മാത്രം എടുത്താൽ മതി. ഇവിടെ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ആണെങ്കിൽ ആ 2 സ്കെയിൽസ് മാത്രം എടുത്താൽ മതി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ 180 ഡിഗ്രി ഫാരൻഹീറ്റിനെ നമുക്ക് കെൽവിനോട്ട് കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഫാരൻഹീറ്റ് സ്കെയിലിന്റെ വാല്യൂ അതുപോലെ കെൽവിൻ സ്കെയിൽ വാല്യൂ മാത്രം എടുത്താൽ മതി. ഇതിന്റെ എടുക്കേണ്ട ആവശ്യമില്ല. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സ്കെയിലാണ് തന്നിരിക്കുന്നത് ആ 2 സ്കെയിൽ മാത്രം ചൂസ് ചെയ്ത് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു മാർക്കിന് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഫോർമുല ഓർമ്മിച്ച് വെച്ചാൽ മതി. സോ വാട്ട്സ് ദ റിലേഷൻ? c/5 equal to f minus 32/9 is equal to k minus 273/5. ക്ലിയർ ആണോ ഈ ഫോർമുല? Okay. So next one is thermal expansion. എന്താണ് തെർമൽ എക്സ്പാൻഷൻ? ആ വാക്ക് തന്നെയുണ്ട് അല്ലേ? തെർമൽ മീൻസ് ഏതുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ടെമ്പറേച്ചറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ് തെർമൽ എക്സ്പാൻഷൻ. ഇപ്പൊ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഷൻ നടക്കുന്നത് നിങ്ങൾക്ക് എന്ത് വിളിക്കാം? അതിനെ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. മോസ്റ്റ് സബ്സ്റ്റൻസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പാൻഡ് ചെയ്യും. എല്ലാ ഒബ്ജക്റ്റും എന്ത് ചെയ്യും? ടെമ്പറേച്ചർ നൽകുകയാണെങ്കിൽ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. അത് കോൺട്രാക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? കൂളിംഗ് സംഭവിക്കുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും അല്ലേ? ദെൻ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി. ഇവിടെ എക്സ്പാൻഷൻ സംഭവിക്കണമെങ്കിൽ, മെയിൻലി എക്സ്പാൻഷൻ സംഭവിക്കണമെങ്കിൽ എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി കോസസ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡയമെൻഷൻ. ഇപ്പൊ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിന്റെ എന്ത് ചേഞ്ച് ആവും? ഡയമെൻഷൻ ചേഞ്ച് ആവും. ഈ ഡയമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ലെങ്ത് ആവാം, അല്ലെങ്കിൽ അതിന്റെ ഏരിയ ആവാം, അതിന്റെ വോളിയം ആവാം. ഇങ്ങനെ ഏത് ക്വാണ്ടിറ്റി വേണം എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാം. ദ ഇൻക്രീസ് ഇൻ ദി ഡയമെൻഷൻസ് ഓഫ് എ ബോഡി ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ എന്താണ് ഈ തെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ഡയമെൻഷൻ ചേഞ്ച് ആവും, ഇൻക്രീസ് ആവും. സോ ദാറ്റ് ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ എന്താണ് തെർമൽ എക്സ്പാൻഷൻ? ദ ഇൻക്രീസ് ഇൻ ദി ഡയമെൻഷൻസ് ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ഡയമെൻഷൻ എന്ത് ചെയ്യും? ഡയമെൻഷൻ ഞാൻ പറഞ്ഞു, ലെങ്ത് അല്ലേ? ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ചില ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ചിലതിന്റെ ഏരിയ ഇൻക്രീസ് ആവും, ചിലതിന്റെ വോളിയം ഇൻക്രീസ് ആവും. സോ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഡയമെൻഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വിളിക്കാം? തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. അപ്പൊ ടെമ്പറേച്ചർ കാരണം എക്സ്പാൻഡ് ചെയ്യുന്നതിന് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. സോ നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. The ratio of change in dimension to the original dimension is proportional to change in temperature. ഇവിടുത്തെ പോയിന്റ് എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു. ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ഒരു ഡയമെൻഷൻ കരുതിക്കും. എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഞാൻ ലെങ്ത് എന്ന് പറയുന്നില്ല, ഏരിയ എന്ന് പറയുന്നില്ല, ഏതോ ഒരു ഡയമെൻഷൻ. എക്സാമ്പിൾ എ എന്ന് പറഞ്ഞു. ഇപ്പൊ എ ഒരു ഡയമെൻഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. എ എന്ന ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്ന എങ്ങനെ ചേഞ്ച് ആവും? ഡെൽറ്റ എ എന്ന് ചേഞ്ച് ആവും. അപ്പൊ എ ഒറിജിനൽ ഡയമെൻഷൻ, ഡെൽറ്റ എ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ്. ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി നമുക്ക് എഴുതാൻ പറ്റും.
അപ്പോൾ എന്താണ് സെന്റൻസ്? ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഇവിടെ എയുടെ ചേഞ്ച് ഏതാണ്? ഡെൽറ്റ എ ആണ്. അപ്പൊ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അത് എ ആണ്. ഡെൽറ്റ എ ബൈ എ ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഏത് പ്രൊപ്പോർഷൻ ആയിരിക്കും? ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് ആയിട്ട് ഈ തെർമൽ എക്സ്പാൻഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഫോം ഇത് തന്നെയാണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒരു കൂടെ നോക്കിക്കേ. എന്താണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ എന്താണ് ഫോം? എന്താണ്? ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ഈ ഒരു ടേം അറിയാമെങ്കിൽ, ഈ ലാസ്റ്റ് പഠിച്ച ഈ ഒരു ടേം അറിയാമെങ്കിൽ നമുക്ക് ഇതിലുള്ള എല്ലാ തെർമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ ഒരു ഫോം ഓർമ്മിച്ച് വെച്ചാൽ മതി. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ക്ലിയർ ആണത്? അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ദിസ് തെർമൽ എക്സ്പാൻഷൻ? ഈ ഒരു തെർമൽ എക്സ്പാൻഷൻ ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. എത്ര ടൈപ്സ് ഉണ്ട്? 3 ടൈപ്സ് ആണുള്ളത്. 3 ടൈപ്സ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. സോ ഒരു സോളിഡ്സ്, ഇത് മെയിൻ നടക്കുന്ന ഇതാണ്, ഒരു സോളിഡിന്റെ കേസാണ്. ഇൻ സോളിഡ്സ് ദ തെർമൽ എക്സ്പാൻഷൻസ് ആർ ഡിവൈഡഡ് ഇൻടു 3. 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. ഏതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ? ലീനിയർ എക്സ്പാൻഷൻ, അപ്പൊ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് വേരി ആകും. ലെങ്ത് ചേഞ്ച് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയാം. സപ്പോസ് അതിന്റെ ഏരിയ ആണ് ചേഞ്ച് ചെയ്യുന്നത്, എന്ത് വിളിക്കാം? അതിനെ ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയാം. ആ ഒരു ഒബ്ജക്റ്റിന്റെ വോളിയം ചേഞ്ച് ആയാൽ അതിനെ വോളിയം എക്സ്പാൻഷൻ എന്ന് പറയാം. ആ വാക്ക് തന്നെയാണ്, സിമ്പിൾ ആണ്. അപ്പൊ 3 ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ ഏതൊക്കെയാണ്? ലീനിയർ എക്സ്പാൻഷൻ, ദെൻ ഏരിയ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് എന്താണ് linear expansion? Linear expansion means the expansion of length due to increase in temperature. അപ്പൊ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് എന്ത് എക്സ്പാൻഡ് ചെയ്യും? ലെങ്ത് ഇൻക്രീസ് ആവും. എക്സ്പാൻഷൻസ് ഓഫ് ലെങ്ത് ഏത് കാരണം? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ന് വിളിക്കുക അതിനെ, ദാറ്റ് ഈസ് കോൾഡ് ലീനിയർ എക്സ്പാൻഷൻ. ഇവിടെ നമുക്കൊരു റോഡ് കൺസിഡർ ചെയ്യാം. ഒരു ലെങ്ത് ഉള്ള റോഡാണ്. ഇതിന്റെ ലെങ്ത് എല്ലായിരുന്നു, സ്മോൾ ലെറ്റർ എൽ, ലെങ്ത് എൽ ആണ്. സോ ലെങ്ത് ഇസ് ടേക്കൺ ആസ് വാട്ട്? എൽ. അപ്പൊ ഈ റോഡിൽ ഞാൻ കുറച്ച് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തു. ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യും. കുറച്ച് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യും. കുറച്ച് ലെങ്ത് ഇൻക്രീസ് ആവും. ഈ എക്സ്റ്റെൻഡ് ആയാലും നമുക്ക് ഡെൽറ്റ എൽ എന്ന് കൊടുക്കാം. ഡെൽറ്റ എൽ. സോ ദിസ് ഈസ് കോൾഡ് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ? ഇത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, ഇത് ഒറിജിനൽ ലെങ്ത് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു ഫോം പഠിച്ചു. The ratio of change in dimension to original dimension is proportional to change in temperature എന്നാണ് അല്ലേ? ഇവിടുത്തെ ഡയമെൻഷൻ ഏതാണ്? ലെങ്ത് ചേഞ്ച് ആയി. അങ്ങനെ എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. എഴുതിക്കൂടെ? ഇവിടെ ഏത് ഡയമെൻഷൻ ആണ്? ഇവിടുത്തെ ഡയമെൻഷൻ ഏതാണ്? ലെങ്ത് ഇൻക്രീസ് ചെയ്തു. സോ ഡെൽറ്റ എൽ ബൈ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെൽറ്റ എൽ? ഡെൽറ്റ എൽ ഇവിടുത്തെ താഴത്തെ ടേം എൽ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട് മാറും അല്ലേ? സോ ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ഇൻറ്റു ഡെൽറ്റ ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ താഴത്തെ എൽ മുകളിലോട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്നായിട്ട് മാറും. ഡെൽറ്റ എൽ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് എൽ, ഒറിജിനൽ ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്നാണ്. ഈ ഒരു പ്രൊപ്പോർഷണൽ മാറ്റാൻ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു എൽ ഡെൽറ്റ ടി. അപ്പൊ എന്താണ് കോൺസ്റ്റന്റ്? ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് ആൽഫ എൽ. ആൽഫ എൽ ഈസ് എ കോൺസ്റ്റന്റ്. ദിസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ എന്താണ് ഫോർമുല? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു എൽ ഡെൽറ്റ ടി, വേർ ആൽഫ എൽ ഇസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ.
Therefore, alpha L is equal to ഈ എല്ലും ഡെൽറ്റ ടിയും ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ L divided by delta L into delta T. So very important formula. What is formula? Alpha L is equal to what? Alpha L is equal to L. L means original length. Original length divided by delta L എന്താണ്? Change in length into change in temperature. So this is called what? Linear expansion. Clear ആണോ? എന്താണ് linear expansion? Linear expansion means expansions of length due to the increase in temperature. ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പാൻഷൻ വിളിക്കുന്ന പേരാണ് ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ. വാട്ട്സ് ദ ഫോർമുല? ഡെൽറ്റ എൽ ബൈ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്നാണ്. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതി. റിമൂവിംഗ് ദിസ് പ്രൊപ്പോർഷണാലിറ്റി, ആഡിങ് എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ആൽഫ എൽ. ദിസ് ആൽഫ എൽ is called coefficient of linear expansion. From this given formula, what is alpha L? Alpha L is equal to L divided by delta L into delta T. What is the SI unit of this alpha L? ഈ coefficient linear expansion SI unit. SI unit of this coefficient linear expansion എന്ന് എഴുതാം. L ന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ അല്ലേ? That is meter divided by താഴെ ഡെൽറ്റ L, അത് മീറ്റർ ആണ്. മീറ്റർ ഇൻറ്റു ടെമ്പറേച്ചർ. SI unit of temperature is Kelvin ആണ്. ഇവിടുത്തെ മീറ്ററും താഴത്തെ ഒരു മീറ്ററും കട്ട് ചെയ്ത് പോകും. കെൽവിൻ മാത്രമേ കാണത്തുള്ളൂ. ഈ കെൽവിൻ മുകളിൽ ചെല്ലുമ്പോൾ എന്തായിട്ട് മാറും? കെൽവിൻ റേസ് ടു -1. ഇത് ഓർമ്മിച്ച് വെച്ചോ. SI യൂണിറ്റ് ഓഫ് ദിസ് ആൽഫ എൽ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ SI എന്നതാണ് കെൽവിൻ റേസ് ടു -1. ക്ലിയർ? കെൽവിൻ റേസ് ടു -1. Okay, this is all about linear expansion. The next one is area expansion. അല്ലേ? എന്താണ് ഇങ്ങനെ പറയാം? ഏരിയ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എക്സ്പാൻഷൻസ് ഓഫ് ഏരിയ. ലീനിയർ മീൻസ് എക്സ്പാൻഷൻ ഓഫ് ലെങ്ത് ആണ് അല്ലേ? അപ്പൊ ഏരിയ ഇങ്ങനെ പറയാം, എക്സ്പാൻഷൻസ് ഓഫ് ഏരിയ ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇപ്പൊ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഏരിയ റൈസ് ചെയ്യുകയാണെങ്കിൽ, ഏരിയ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പാൻഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയാം. ഏരിയ എക്സ്പാൻഷൻ? എക്സ്പാൻഷൻസ് ഓഫ് ഏരിയ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് എക്സ്പാൻഷൻ ഈസ് കോൾഡ് ഏരിയൽ എക്സ്പാൻഷൻ. ക്ലിയർ? ഇങ്ങനെ ഫോർമുല എഴുതാം. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു, നേരത്തെ എഴുതിയ അതേ ഫോം തന്നെയാണ്. ഡെൽറ്റ എ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ ഫോം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ടേം ഇതാണ്, ഏരിയ ആണല്ലേ. സോ ചേഞ്ച് ഇൻ ഏരിയ ഡെൽറ്റ എ, ചേഞ്ച് ഇൻ ഏരിയ ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ is proportional to change in temperature. Clear ആണോ? അപ്പൊ എന്താണ്? ചേഞ്ച് ഇൻ ഏരിയ ടു ഒറിജിനൽ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ താഴത്തെ ഏരിയ ഇങ്ങോട്ട് എന്ത് ചെയ്യാം? ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്തോ. ദാറ്റ് ഈസ് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു എഴുതാം. ഡെൽറ്റ എ ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. റിമൂവിംഗ് ദിസ് പ്രൊപ്പോർഷണാലിറ്റി, ആഡിങ് ഓൺ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു alpha A. Alpha A is the constant. Alpha A into A delta T. A delta T. ഓർമ്മിച്ചു വെച്ചോ, ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ A is equal to alpha A into A delta T. What is this alpha A? Alpha A is called coefficient of, alpha A is called coefficient of aerial expansion. Aerial expansion. Coefficient of aerial expansion. This is alpha A. Again, what is alpha A? Therefore, alpha A is equal to ഇവിടുത്തെ എയും ഡെൽറ്റ ടിയും കൂടെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. എ ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ? ആൽഫ എ is equal to ഡെൽറ്റ എ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. നേരത്തെ ആൽഫ എൽ എഴുതി. ആൽഫ എൽ is equal to എൽ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എ, എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതിയത് പോലെ തന്നെയാണ് ഏരിയ എഴുതുന്നത്. ആൽഫ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. പിന്നെ വാട്ട് ഇസ് എസ് യൂണിറ്റ്? ഇവിടെയും എസ് യൂണിറ്റ് സെയിം തന്നെയാണ്. വാട്ട് ഇസ് എസ് യൂണിറ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലെങ്ത് എക്സ്പാൻഷൻ? ലീനിയർ എക്സ്പാൻഷൻ എസ് യൂണിറ്റ് എന്താണ്? കെൽവിൻ റേസ് ടു -1 അല്ലേ? കെൽവിൻ റേസ് ടു -1. അതുപോലെ then SI unit of this aerial expansion is also same, that is Kelvin raised to -1.
SI unit is what? Kelvin raised to minus 1. Clear ആണോ? ഒരെണ്ണം പറഞ്ഞു, ഏതൊക്കെയാ പറഞ്ഞു? ഏരിയൽ എക്സ്പാൻഷൻ പറഞ്ഞതുപോലെ linear expansion and aerial expansion. Another one is volume expansion. Third one is volume expansion. എന്താണ് വോളിയം എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ the expansions of volume എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ വോളിയം എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വിളിക്കാതെ വോളിയം എക്സ്പാൻഷൻ എന്ന് പറയാം. ക്ലിയർ? ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ എങ്ങനെ എഴുതാം ഇക്വേഷൻ? ഡെൽറ്റ വി ബൈ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. വി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ, വി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെൽറ്റ വി പ്രൊപ്പോർഷണൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ആൽഫ വി ഇൻറ്റു വി ഡെൽറ്റ ടി. അപ്പൊ എന്താണ് ഇക്വേഷൻ? ചേഞ്ച് ഇൻ വോളിയം ഇസ് ഈക്വൽ ടു alpha v into v delta t. Here delta v is called change in volume, v is called original volume, delta t is called change in temperature, and alpha v, this alpha v is called coefficient of volume expansion. That alpha v is called coefficient of volume expansion. Therefore what is alpha v? Therefore alpha v is equal to delta v divided by v delta t. Clear ആണോ? alpha v is equal to delta v divided by v delta t. So this is volume expansion. ഇതിന്റെ SI unit എന്തായിരിക്കും? SI unit of this volume expansion is also same, that is Kelvin raised to minus 1. Kelvin raised to minus 1. ഇനി CGS ചോദിച്ചാണെങ്കിൽ CGS unit ആണെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു മൈനസ് 1. രണ്ട് സെയിം ആണ് കേട്ടോ. ഒന്നുകിൽ കെൽവിൻ റൈസ് ടു മൈനസ് 1 എഴുതാം, അല്ലെങ്കിൽ എഴുതാം ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു മൈനസ് 1. മൂന്ന് ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ പറഞ്ഞു. ഇതൊക്കെയാണ് ലീനിയർ എക്സ്പാൻഷൻ, then aerial expansion and volume expansion. Clear? ഒരിക്കലും ഫോർമുല പറഞ്ഞ എന്താണ്? ലീനിയർ എക്സ്പാൻഷൻ ഫോർമുല ആൽഫ എൽ അല്ലെ? ലീനിയർ എക്സ്പാൻഷൻ ഫോർമുല എന്താണ്? ദാറ്റ് ഈസ് ആൽഫ എൽ ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ദിസ് ഈസ് ആൽഫ എൽ. ഇനി ആൽഫ എ, ഏരിയൽ എക്സ്പാൻഷൻ ഫോർമുല എന്താണ്? ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. Again volume expansion, alpha v is equal to change in volume delta v divided by original volume into change in temperature. ഈ മൂന്ന് ഫോം സെയിം ആണ്. ആൽഫ എൽ ലീനിയർ എക്സ്പാൻഷൻ, ആൽഫ എ ഏരിയൽ എക്സ്പാൻഷൻ, ആൻഡ് ദിസ് ഈസ് വോളിയം എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ, ആൽഫ എ ആൻഡ് ആൽഫ ബി? ഇവ മൂന്നും തമ്മിൽ റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് alpha L is equal to alpha A divided by 2 is equal to alpha B by 3. Now relation? The relation between alpha L, alpha A and alpha B. Now equation alpha L is equal to alpha A by 2 is equal to alpha B by 3. എക്സാമിന് ചോദിക്കാം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതിയാൽ മതി? റിലേഷൻ കണക്റ്റിംഗ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്? റിലേഷൻ കണക്റ്റിംഗ് ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ എന്ന് മാത്രം ചോദിച്ചാൽ എന്ത് എഴുതും? ഈ ആൽഫ എല്ലിന്റെയും ആൽഫ എയുടെയും ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താണ്? ആൽഫ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എ ബൈ 2 എന്ന് എഴുതാം. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ ഇസ് ഈക്വൽ ടു വാട്ട്? ആൽഫ എൽ ഈക്വൽ ടു ആൽഫ എ ബൈ 2. ഈ 2 എന്ത് ചെയ്യണം? ക്രോസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താം. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ therefore ആൽഫ എ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ആൽഫ എൽ. എന്താണ് റിലേഷൻ? ആൽഫ എ ഇസ് ഈക്വൽ ടു 2 ആൽഫ എൽ. ഓക്കെ ആണോ? ഇനി ഇതുപോലെ ആൽഫ എല്ലും ആൽഫ ബിയും ചോദിക്കുകയാണെങ്കിലോ? ആൽഫ എൽ ആൻഡ് ബി. ആൽഫ എൽ ഈക്വൽ ടു എഴുതാം ആൽഫ എൽ ഈക്വൽ ടു ആൽഫ ബി ബൈ 3 എന്നാണ്. ഈ 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എഴുതാം therefore ആൽഫ ബി is equal to 3 times of alpha L. This is another relation.
relation between volume expansion and linear expansion. Alpha V is equal to 3 alpha L. Again, alpha A യും alpha B യും ചോദിച്ചാൽ alpha A by 2 is equal to alpha B by 3 എന്നാണ്. That is 3 times of alpha A is equal to 2 times of alpha B. അപ്പോൾ ഈ മൂന്ന് റിലേഷൻ ഓർമ്മിച്ച് വെച്ചു. ഇതാണ് നമ്മുടെ ജനറൽ ഫോം. എന്താണ് ഇക്വേഷൻ? ആൽഫ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എ ബൈ 2 ഇസ് ഈക്വൽ ടു ആൽഫ ബി ബൈ 3. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ്. അനോമലസ് എക്സ്പാൻഷൻസ് ഓഫ് വാട്ടർ. എന്താണ് അനോമലസ് എക്സ്പാൻഷൻസ് ഓഫ് വാട്ടർ? നമുക്ക് പഠിച്ചത് തെർമൽ എക്സ്പാൻഷൻ ആണ്. തെർമൽ എക്സ്പാൻഷൻ സോളിഡ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിൽ 3 ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. ഇത് മറ്റ് ഫ്ലൂയിഡ്സിൽ അല്ലെങ്കിൽ ലിക്വിഡ്സിലെ എക്സ്പാൻഷൻ. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടറിന് പ്രത്യേകത ഉണ്ട്. വാട്ടറിൽ നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇൻക്രീസ് ആകത്തില്ല, അതിന്റെ എക്സ്പാൻഷൻ നടക്കത്തില്ല. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൽ ദ ഗ്രാഫ് കണക്റ്റിംഗ് ബിറ്റ്വീൻ വോളിയം ആൻഡ് ഡെൻസിറ്റി. എക്സ് ആക്സിസ് ഞാൻ എൻ്റെ വോളിയം എടുക്കുകയാണ്, വൈ ആക്സിസ് ഡെൻസിറ്റി. ദിസ് ഇസ് വോളിയം ആൻഡ് ദിസ് ഇസ് ഡെൻസിറ്റി. ഈ വാട്ടറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെൻസിറ്റി, ഓക്കെ, ദിസ് ഇസ് ടേക്കൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ വോളിയം എന്ത് ചെയ്യും? ആദ്യം സംഭവിക്കുന്നത് ഈ വാട്ടറിന്റെ കേസിൽ ആദ്യം ഇതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്തില്ല, എക്സ്പാൻഷൻ നടക്കത്തില്ല. ദെൻ അപ്പോൾ കുറയും. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന്റെ വോളിയം എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. മെയിൻലി വാട്ടറിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യും? അതിന്റെ വോളിയം ഡിഗ്രീസ് ചെയ്യും. ഡിഗ്രീസ് ചെയ്തതിനു ശേഷം വീണ്ടും ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ഡെൻസിറ്റി അതിന്റെ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ആദ്യം കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്തതിനു ശേഷം ആഫ്റ്റർ 4 ഡിഗ്രി സെൽഷ്യസ്, ഇപ്പോൾ ടെമ്പറേച്ചർ 0 ആണല്ലേ, 0, 1, 2, 3 ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ പതിയെ കൂട്ടുകയാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ വാട്ടറിന്റെ കേസിൽ ആദ്യം എക്സ്പാൻഷൻ സംഭവിക്കുന്നില്ല. ആദ്യം നടക്കുന്നത് എന്താണ്? കോൺട്രാക്ഷൻ ആണ്. ഏത് ഡിഗ്രി സെൽഷ്യസ് വരെ? 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. എക്സ്പാൻഷൻ അവിടെ നടക്കുന്നില്ല. ആഫ്റ്റർ 4 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് മീൻസ് 5, 6 ഇങ്ങനെ റൈസ് ചെയ്ത് പോകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇത് ഇൻക്രീസ് ചെയ്യും, അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ വാട്ടറിന് മാത്രമുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബിഹേവിയർ ആണ്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ വെൻ വാട്ടർ ഇസ് ഹീറ്റഡ് ഇറ്റ്സ് വോളിയം സ്റ്റാർട്ട്സ് ടു ഡിക്രീസസ് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് റീച്ചസ് മിനിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടറിന്റെ വോളിയം കുറയും, ഡിക്രീസസ് അല്ലെ, ചുരുങ്ങും, കോൺട്രാക്ട് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ്, അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ വാട്ടറിന്റെ വോളിയം ഇൻക്രീസ് ആവുന്നത്, എക്സ്പാൻഷൻ നടക്കുന്നതിന് ശേഷമാണ്. വാട്ടറിന് മാത്രമുള്ള ഈ ഒരു പെക്യുലർ ബിഹേവിയർ കാണിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിന് എന്ത് വിളിക്കാം? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയാം. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഈ 4 ഡിഗ്രി സെൽഷ്യസ് വോളിയം കുറവായിരിക്കും, പക്ഷെ എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇതാണ് ഡെൻസിറ്റി ഫോർമുല. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് അല്ലേ. മാസ് ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. ദാറ്റ് മീൻസ് ഡെൻസിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം കുറയും, ഡിക്രീസ് ചെയ്യും. വോളിയം കുറഞ്ഞാൽ എന്ത് കൂടും? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി റൈസ്. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിൽ മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിന്റെ ഡെൻസിറ്റി മാക്സിമം എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ മാക്സിമം ആയിരിക്കും. ദെൻ വോളിയം എന്ത് ചെയ്യും? 0 to 4 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം കുറയും. ഈ 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. സോ ദിസ് ബിഹേവിയർ കാണിക്കുന്നത് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് കോൾഡ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയാം. ക്ലിയർ? സോ നെക്സ്റ്റ് ഇസ് ഹീറ്റ് കപ്പാസിറ്റി. നമ്മൾ ഇനി ഒരു 5 ടേംസ് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ദെൻ സ്പെസിഫിക് കപ്പാസിറ്റി എന്താണ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി, എന്താണ് CV, എന്താണ് CP. ഈ 5 ടേമിൽ ഏതെങ്കിലും ഒരു ടേം പരീക്ഷിക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് പരീക്ഷിക്കാൻ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ 5നും കോമൺ ആയിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്.
ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി സ്റ്റേറ്റ്മെന്റ് എല്ലാം സെയിം ആണ്. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ 5 ടേം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പഠിക്കാം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വൃത്തിക്ക് പഠിച്ചാൽ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് വാട്ട്? ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. ഒരു സബ്സ്റ്റൻസിലെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എത്രത്തോളം എനർജി അവിടെ ആവശ്യമായിട്ട് വരുന്നു, ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്യണം. ആ സബ്സ്റ്റൻസിന് ഇത്ര വെയിറ്റ് വേണമെങ്കിൽ ആവാം. ഹീറ്റ് ചെയ്യുമ്പോൾ അത് ടെമ്പറേച്ചർ എത്ര വരണം? 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ റൈസ്. അത് ആ ഒരു സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എനർജിയാണ് നമ്മുടെ ആവശ്യമായിട്ട് വരുന്നത്, ഹൗ മച്ച് എനർജി റിക്വയർഡ്, എത്രത്തോളം എനർജി നമ്മൾ കൊടുക്കണം, ദാറ്റ് ക്വാണ്ടിറ്റി നമുക്ക് എന്ത് വിളിക്കാം, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കോപ്പറിന്റെ കേസ് പറയാം. കോപ്പർ എന്ന് പറഞ്ഞ മെറ്റലിനകത്ത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മാസ് എടുക്കുകയാണ് ഞാൻ. ദെൻ 10 കിലോഗ്രാം, ദെൻ 50 കിലോഗ്രാം, ദെൻ 100 കിലോഗ്രാം. ഇതിന് ഡിഫറെന്റ് മാസ് ആണ്. ഇപ്പൊ ഡിഫറെന്റ് മാസ് ആണെങ്കിലും ഞാൻ എല്ലാത്തിനും ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാം. ദെൻ 10 കിലോഗ്രാം മാസുള്ള കോപ്പറിന് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തു. ഈ ഓരോ മാസിനും ഞാൻ എന്ത് ചെയ്തു, ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തു. ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരണം ടെമ്പറേച്ചർ? 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരണം. ഈ സബ്സ്റ്റൻസിനകത്ത് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം എനർജി ഇതിനകത്ത് അപ്ലൈ ചെയ്യണം, എത്ര എനർജി ഞാൻ ഇത് സപ്ലൈ ചെയ്യണം. അപ്പം 10 കിലോഗ്രാമിന് ഞാൻ കുറച്ച് എനർജി കൊടുക്കണം. അതേ സെയിം എനർജി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതിന് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ പറ്റത്തില്ല. എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇവിടെ മാസ് കൂടുതലാണ്, അല്ല 100 കിലോഗ്രാം ആണ്. ഈ 100 കിലോഗ്രാം ഇത്രയും മാസുള്ള ഒരു ഒബ്ജക്റ്റിന് ഞാൻ കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ആകത്തുള്ളൂ. എന്ന് വെച്ചാൽ മാസ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഹീറ്റ് കപ്പാസിറ്റി സെയിം ആയിരിക്കത്തില്ല. ഒരു സബ്സ്റ്റൻസിന് അതിനകത്ത് 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ നൽകാൻ വേണ്ടിയിട്ട് എത്രത്തോളമാണ് ഞാൻ ഹീറ്റ് എനർജി കൊടുക്കേണ്ടത്, ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് എന്ത് വിളിക്കാം, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. Okay, what is heat capacity? The amount of heat required to rise the temperature of a substance by 1 degree Celsius or 1 Kelvin. This is called heat capacity. Heat capacity is denoted by the letter is capital S. Capital S ആണ്, that is S is equal to delta Q by delta T എന്നാണ്. Delta Q divided by delta T. S is heat capacity and delta Q is called change in energy, heat energy. Change in heat energy. Q represent എന്താണ്, Q is denoted by heat energy. And delta T means temperature, change in temperature. That is S is equal to delta Q divided by delta T. Energy by Kelvin, energy by temperature ആണ്. എനർജിയുടെ യൂണിറ്റ് എന്താണ്, ജൂൾ ആണ് അല്ലേ. SI യൂണിറ്റ് ഈസ് ജൂൾ. ജൂൾ പെർ ടെമ്പറേച്ചർ എന്താണ്, കെൽവിൻ ആണ്. സോ SI യൂണിറ്റ് ഓഫ് ദിസ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ജൂൾ പെർ കെൽവിൻ. Okay, അപ്പോൾ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. ക്ലിയർ ആണോ? So next is എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. The amount of heat required to rise the temperature of 1 kilogram of a substance by 1 degree Celsius or 1 Kelvin. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. ഇപ്പോൾ കോപ്പർ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ കോപ്പറിന്റെ വെയിറ്റ് 10 കിലോഗ്രാം ആണ്, ദെൻ 50 കിലോഗ്രാം, ദെൻ 100 കിലോഗ്രാം. പക്ഷേ ഇവിടെ മാസ് നമ്മൾ എന്താ എടുക്കുന്നത്, ഈ സെയിം മെറ്റീരിയലിനകത്തുള്ള 1 കിലോഗ്രാം സബ്സ്റ്റൻസ്, 1 കിലോഗ്രാം മാത്രം ടെമ്പറേച്ചർ എത്ര റൈസ് ചെയ്യിപ്പിക്കണം, 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ റൈസ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ട് എത്രത്തോളം എനർജി ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഹൗ മച്ച് എനർജി ഇസ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. 1 കിലോഗ്രാം സബ്സ്റ്റൻസിൽ 1 കെൽവിൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളമാണ് എനർജി ഞാൻ അവിടെ കൊടുക്കേണ്ടത്, എത്രത്തോളം എനർജി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് സ്പെസിഫിക് കപ്പാസിറ്റി. എന്ന് വെച്ചാൽ ഇവിടെ 10 കിലോഗ്രാം ആയാലും 50 കിലോഗ്രാം ആയാലും 100 കിലോഗ്രാം ആയാലും മാസ് അവിടെ എന്തല്ല, ഫാക്ടർ അല്ല. ഏത് കിലോഗ്രാം ആയാലും 1 കിലോഗ്രാം മാത്രം അവിടെ കൗണ്ട് ചെയ്താൽ മതി. 1 കിലോഗ്രാം സബ്സ്റ്റൻസ്, ആ 1 കിലോഗ്രാം മാത്രം
റൈസ് ചെയ്യാൻ എത്രത്തോളം എനർജി ആവശ്യമാണ്. പക്ഷേ ഹീറ്റ് കപ്പാസിറ്റി അങ്ങനെയില്ല. ആ ഒരു സബ്സ്റ്റൻസ് മുഴുവനുമായിട്ട് എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ റൈസ് ചെയ്യിപ്പിക്കണം. ഹൗ മച്ച് എനർജി ഇസ് റിക്വയർഡ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനകത്ത് 1 കിലോഗ്രാം മാത്രം റൈസ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ എനർജി വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഈസ് സ്മോൾ ലെറ്റർ എസ്. സ്മോൾ ലെറ്റർ എസ് ഇസ് ഈക്വൽ ടു എന്താണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ എം ഡെൽറ്റ ടി. എം ഇസ് മാസ്. മാസ് എത്രയാണ്? 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ്. മാസ് ഇസ് സ്പെസിഫൈഡ് അല്ലേ, സ്പെസിഫൈഡ് മാസ് ആണ്. സോ മാസ് ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. വാട്ട് ഇസ് എം? എം ഇസ് ദി മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. വാട്ട് ഇസ് ഡെൽറ്റ ക്യൂ? ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി. അപ്പൊ ഇക്വേഷൻ അങ്ങോട്ട് മാറരുത്. ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ജസ്റ്റ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അവിടെ എം വരത്തില്ല. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഹീറ്റ് കപ്പാസിറ്റി. ദെൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സ്പെസിഫിക് എന്ന് പറയുന്നത്? മാസ് അല്ലേ. ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. എം ഡെൽറ്റ ടി എന്ന് പറയുന്നത് സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് SI യൂണിറ്റ്? SI യൂണിറ്റ് ഈസ് ജൂൾ പെർ കിലോഗ്രാം റൈസ് ടു -1 കെൽവിൻ റൈസ് ടു -1. എന്താണ് ഇക്വേഷൻ? ജൂൾ പെർ kilogram raised to -1 Kelvin raised to -1. This is the SI unit of specific heat capacity. Clear? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആയ രണ്ടും. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിഫിക്കേഷൻ ആണ് എസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ദെൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ? നെക്സ്റ്റ് ഈസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി? സെയിം ഡെഫിനിഷൻ മാറ്റമൊന്നുമില്ല, അവിടെ ചെറിയ വ്യത്യാസം വരും. അവിടുത്തെ 1 കിലോഗ്രാം മാസിന് എന്ത് കൊടുക്കാം? 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. നേരത്തെ എന്ത് പഠിച്ചു? 1 കിലോഗ്രാം ഓഫ് സബ്സ്റ്റൻസ് എന്ന് പഠിച്ചു. ആ ഒരു പ്ലേസ് എന്ത് എടുത്താൽ മതി? 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. ഒരു 1 മോൾ സബ്സ്റ്റൻസിന് 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട് ഓഫ് എനർജിയെ വിളിക്കുന്ന പേരാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വാട്ട് ഇസ് ദ ഇക്വേഷൻ? T is equal to delta Q by N delta T. നേരത്തെ പഠിച്ച ഇക്വേഷനകത്ത് സ്മോൾ s is equal to delta Q by M delta T. ഇവിടെ മാസ് എഴുതുന്ന എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. That is C is equal to delta Q divided by N delta T. This is molar specific heat capacity. ഇനി SI യൂണിറ്റ് നോക്കിക്കേ. SI യൂണിറ്റ് ഈസ് ഡെൽറ്റ ക്യൂ, എനർജി ആണ് അല്ലേ? എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ പെർ N. N means number of moles. What is the SI unit of number of moles?
ദാറ്റ് ഈസ് മോൾ തന്നെയാണ് അല്ലേ. ദെൻ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് കെൽവിൻ, ജൂൾ പെർ മോൾ കെൽവിൻ. അപ്പോൾ ഒന്നിൻ്റെയും SI സിസ്റ്റം മറന്നു പോകരുത്. വാട്ട് ഇസ് ദിസ് SI യൂണിറ്റ് ഓഫ് ദിസ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി? ജൂൾ പെർ മോൾ കെൽവിൻ. ഓക്കെ ആണോ? അപ്പോൾ 3 ടേംസും പഠിച്ചവിടെ 3 ടേം എന്ത് തന്നെയാണ്? സെയിം ഫാക്ടർ തന്നെയാണ്. ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി. ദെൻ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇത് വെറും മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആണ്. ഇവിടെ എന്ത് പറയണം? കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് at constant volume by 1 degree Celsius or 1 Kelvin. നേരത്തെ പഠിച്ച ഡെഫിനിഷൻ എന്താണ്? 1 mole of a substance by 1 degree Celsius 1 Kelvin. ഇവിടെ നമ്മൾ എന്തോടെ ആഡ് ചെയ്തു? അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ആ ഒരൊറ്റ സിംഗിൾ ടേം ആഡ് ചെയ്ത് എന്ത് കിട്ടി? CV കിട്ടും. അപ്പോൾ എന്താണ് CV? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ 1 mole ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ബൈ 1 degree Celsius or 1 Kelvin. സെയിം ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഒന്നും മാറ്റുമില്ല. തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ C is equal to delta Q by N delta T എന്നാണ് അല്ലേ. നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് C is equal to delta Q divided by N into delta T അല്ലേ. ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആണ്? വോളിയം കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? സഫിക്സിലൂടെ CV കൊടുക്കാം. CV is equal to എന്താണ് ഇക്വേഷൻ? CV is equal to ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ എൻ ഡെൽറ്റ ടി. ഇക്വേഷൻ സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കുമ്പോൾ CV is equal to ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി. ഇനി ഇതുപോലെ തന്നെ കോൺസ്റ്റന്റ് പ്രഷർ വരികയാണെങ്കിൽ, കോൺസ്റ്റന്റ് പ്രഷർ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. നമുക്ക് അതിനെ എന്ത് വിളിക്കാം? CV എന്ന് പറയാം. CP അല്ലെ. CP is equal to സെയിം ഇക്വേഷൻ എഴുതാം. CP is equal to delta Q divided by, that is CP is equal to delta Q divided by N into delta T. Now CV equation, CV is equal to delta Q divided by N into delta T. This is constant pressure and this is for constant volume. ഡെഫിനിഷൻ എല്ലാം സെയിം ആണ്. ഒരു 5 ടേം പഠിച്ചു. ഏതൊക്കെയാണ്? ഹീറ്റ് കപ്പാസിറ്റി, ദെൻ സ്പെസിഫിക് കപ്പാസിറ്റി, ദെൻ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി, CV, CP. എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ഇതിന് ചോദിക്കാം. ഇക്വേഷൻ ഓർമ്മ ചോദിച്ചു. CV ആൻഡ് CP. ക്ലിയർ? യൂണിറ്റ് ഈസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. യൂണിറ്റ് സെയിം തന്നെയാണ്. ഓക്കെ, നോക്കിക്കേ. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി യൂണിറ്റ്? SI യൂണിറ്റ് ഈസ് ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ക്ലിയർ ആണത്? ജൂൾ പെർ മോൾ പെർ കെൽവിൻ. CV ആയാലും CP ആയാലും സെയിം യൂണിറ്റ് തന്നെയാണ്. ഓക്കെ ആണോ? Okay. Then another one is Mayer's relation. നമുക്കൊരു പറഞ്ഞു ചോദിക്കാം, എന്താണ് Mayer's relation? എന്താണ് Mayer's relation? Mayer's relation is what? That is equal to CP minus CV equal to R. What is Mayer's relation? CP minus, okay, CP minus CV equal to R. That is Mayer's relation. What is CP? CP is called molar specific heat capacity at constant pressure. What is CV? CV is called molar specific heat capacity at constant volume. What is R? R is called universal gas constant. What is R? R is called universal gas constant. എന്താണ് ഇതിന്റെ വാല്യൂ? What is the value for? ടൈപ്പ് ചെയ്തേ. What is the value of universal gas constant? Universal gas constant is what? R is equal to 8.314 joule per mole Kelvin.
What is the value for R is equal to 8.314 joule per mole Kelvin. What is minus relation? Cp minus Cv. Yeah, 8 something, 8 point something, right? R is equal to 8.314 joule per mole per Kelvin. Clear? Next is change of state. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ടൈം ഓഫ് ട്രാൻസിഷൻ. ഒരു സോളിഡ് കൺവേർട്ട് ചെയ്ത് ലിക്വിഡ് ആകുന്ന നമുക്ക് എന്ത് വിളിക്കാം? സോളിഡ് കൺവേർട്ടഡ് ഇൻറ്റു ലിക്വിഡ് ഇസ് കോൾഡ് മെൽറ്റിംഗ്. സോളിഡ് കൺവേർട്ടഡ് ലിക്വിഡ് ഇസ് കോൾഡ് മെൽറ്റിംഗ്. ദെൻ ലിക്വിഡ് കൺവേർട്ടഡ് ഇൻറ്റു സോളിഡ് ഇസ് കോൾഡ് ഫ്യൂഷൻ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും സോളിഡ് ലിക്വിഡായി മാറുന്നതെങ്കിൽ മെൽറ്റിംഗ് എന്ന് പറയും. അതുപോലെ തിരിച്ച് ലിക്വിഡ് സോളിഡ് കൺവേർട്ട് ചെയ്തതിന് എന്ത് വിളിക്കാം? ഫ്യൂഷൻ എന്ന് പറയാം. ദെൻ ലിക്വിഡ് കൺവേർട്ടഡ് ഇൻറ്റു ഗ്യാസ് ആണെങ്കിൽ വേപ്പറൈസേഷൻ. നേരെ തിരിച്ച് ഗ്യാസ് കൺവേർട്ടഡ് ഇൻറ്റു ലിക്വിഡ് ആണെങ്കിൽ കണ്ടൻസേഷൻ. ആൻഡ് എ സോളിഡ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻറ്റു ഗ്യാസ്, ലിക്വിഡ് സ്റ്റേറ്റ് ആവാതെ ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ മെൽറ്റിംഗ്, ലിക്വിഡ് ടു സോളിഡ് ആണെങ്കിൽ ഫ്യൂഷൻ, ലിക്വിഡ് ടു ഗ്യാസ് ആണെങ്കിൽ വേപ്പറൈസേഷൻ, ഗ്യാസ് ടു ലിക്വിഡ് ആണെങ്കിൽ കണ്ടൻസേഷൻ, ആൻഡ് സോളിഡ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് ആണെങ്കിൽ സബ്ലിമേഷൻ. ക്ലിയർ? Okay. So next is heat transfer. Next important topic ആണ് heat transfer. Heat transfer occurs due to temperature difference. അപ്പോൾ നമുക്കറിയാം ഈ ഹീറ്റ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഹൈ ടെമ്പറേച്ചർ റീജിയൻ ടു ലോ ടെമ്പറേച്ചർ റീജിയൻ അല്ലേ? അതനുസരിച്ച് ദർ ആർ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഒരു 3 മെത്തേഡ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ, ദെൻ കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. What are the 3 methods of heat transfer? വേഗം കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഒന്നായിട്ട് നോക്കാം. എന്താണ് ഹൈ ടെമ്പറേച്ചർ റീജിയൻ ടു ലോ ടെമ്പറേച്ചർ റീജിയൻ? ജസ്റ്റ് ലൈക്ക് പ്രഷർ അല്ലേ? ഇപ്പം പ്രഷർ ആണെങ്കിലും ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ അല്ലേ? വിൻഡ് ഫ്ലോ ചെയ്യുന്ന അങ്ങനെയല്ലേ? അതുപോലെ ടെമ്പറേച്ചറും ഹീറ്റും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഹൈ റീജിയൻ ടു ലോ റീജിയൻ. സോ 3 മെത്തേഡ്സ് ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ. ഫസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്? കണ്ടക്ഷൻ. എന്താണ് കണ്ടക്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ മെയിൻലി ഒരു സോളിഡ്സിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ത് പറയുന്നത്? കണ്ടക്ഷൻ. സോളിഡ് സ്റ്റേറ്റ്സ്, സോളിഡ് ആയുള്ള ഒബ്ജക്ട്സ് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ത് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട്. ഇപ്പം എന്ത് ചെയ്യും? ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റിലുള്ള ഒബ്ജക്റ്റ്, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ടെമ്പറേച്ചർ കൂടുതലാണ്, മറ്റു ഒബ്ജക്റ്റ് ടെമ്പറേച്ചർ കുറവാണ്. ഇത് തമ്മിൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റീജിയനിലോട്ട് എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട്. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹൈ ടെമ്പറേച്ചർ റീജിയൻ ടു ലോ ടെമ്പറേച്ചർ റീജിയൻ. മെയിൻലി കണ്ടക്ഷനിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് മെയിൻലി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്, ദാറ്റ് മീൻസ് heat flows from where to where? High temperature region to low temperature region. ഓക്കെ, നമുക്ക് എന്ത് പറയാം? ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു റോഡ് എടുക്കാം. റോഡ് ഒരു സോളിഡ് റോഡാണ്. ഇത് റോഡാകുമ്പോൾ ഒരു സോളിഡ് ആണ് അല്ലേ? സോളിഡ്സിൽ ഈ ആറ്റംസ് അതുപോലെ മോളിക്യൂൾസ് ഒക്കെ ടൈറ്റ്ലി പാക്ഡ് ആണ്, ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പം ടൈറ്റ്ലി പാക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു റോഡാണ് കരുതിക്കുക, ഒരു സോളിഡ് റോഡ്. ഈ ഞാൻ വരയ്ക്കുന്നതൊക്കെ മോളിക്യൂൾസ് ആയിരിക്കും, ടൈറ്റ്ലി പാക്ഡ്, മോളിക്യൂൾസ് മൂവ് ചെയ്യത്തില്ല. ദെൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മോളിക്യൂൾസ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരേ എൻഡിൽ മാത്രം ഹീറ്റ് അപ്ലൈ ചെയ്തു. ഇങ്ങോട്ട് ഞാൻ ഹീറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ആദ്യം ഇരിക്കുന്ന മോളിക്യൂൾസ് എന്ത് ചെയ്യും? പെട്ടെന്ന് ഹീറ്റ് ആവും. ഇവിടെയുള്ള മോളിക്യൂൾസ് ഹീറ്റ് കുറവായിരിക്കും. ഈ ഹീറ്റ് ചെയ്യപ്പെട്ട മോളിക്യൂൾസ് അവിടെ നിന്ന് വൈബ്രേറ്റ് ചെയ്യും. ഒരിക്കലും ആ ഒരു മോളിക്യൂൾസിന് ആ ഒരു പൊസിഷൻ വിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അവിടെ ഇരുന്നതിന് എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? തൊട്ടടുത്ത മോളിക്യൂൾസിലോട്ട് ഹീറ്റ് കൊടുക്കും. അപ്പോൾ നൈബറിംഗ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഹീറ്റ് ആവും. കുറേ സമയം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? തൊട്ടടുത്ത മോളിക്യൂൾസ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ 1 by 1 ആയിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. സോ ദിസ് മെത്തേഡ്, ദിസ് ഈസ് കോൾഡ് ആക്ച്വലി വാട്ട്? കണ്ടക്ഷൻ. ഇതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നൈബറിംഗ് മോളിക്യൂൾസിലോട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ കോൺടാക്റ്റിൽ അല്ലെങ്കിൽ ടച്ചിൽ ഇരിക്കുന്ന ഈ ഒരു മോളിക്യൂൾസിലോട്ട് എന്ത് ചെയ്യും? ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ മെത്തേഡ്സ് നമുക്ക് എന്ത് വിളിക്കാതെ? കണ്ടക്ഷൻ എന്ന് പറയാം. Is mainly due to what?
ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റീജിയനിലേക്ക് എന്ത് ചെയ്യും, ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. സോ ദിസ് ഈസ് കണ്ടക്ഷൻ. ഇറ്റ് occurs in solids due to molecular collision without the actual flow of matter. എന്ന് പറഞ്ഞില്ലേ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് മെയിൻലി occurs in solids. സോളിഡ്സിൽ മാത്രം നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ത് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഇതിനകത്തുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. പക്ഷെ എന്ത് ചെയ്യും, തൊട്ടടുത്ത മോളിക്യൂൾസോട്ട് നൈബറിംഗ് മോളിക്യൂൾസോട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുന്നതാണ് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. ഇറ്റ് ഈസ് വെരി സ്ലോ. ഒരു 4 പോയിന്റ് ക്ലിയർ ആയോ? അപ്പോൾ എന്തൊക്കെയാണ് കണ്ടക്ഷൻ വരുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട്. സെക്കൻഡ് എന്ത് പറയാം, ഇസ് മെയിൻലി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. ഇസ് മെയിൻലി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ഇസ് മെയിൻലി occurs in solids. സോളിഡ്സ് മാത്രം നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് എ വെരി സ്ലോ പ്രോസസ്. വളരെ പതിയെ നടക്കുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് കണ്ടക്ഷൻ. ക്ലിയർ ആണോ? Okay, next is convection. Another method is called convection. ഈ type of heat transfer is mainly in fluid. ഫ്ലൂയിഡ്സിനകത്ത് നടക്കുന്ന ഒരു ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് മീൻസ് അത് ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം, ഏതുമാണാവും. അപ്പം സോളിഡ്സിലാണെങ്കിൽ കണ്ടക്ഷനും, ഫ്ലൂയിഡ്സിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് വിളിക്കാം, സോളിഡ്സിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് വിളിക്കാം, കൺവെക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് is mainly in fluids. The second one is it is due to the difference in density. കൺവെക്ഷൻ നടക്കുന്നത് എന്താണ്, ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി കാരണമാണ്. ക്ലിയർ ആണോ? കൺവെക്ഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി. കണ്ടക്ഷൻ ആണെങ്കിൽ ഈസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺവെക്ഷൻ ഈസ് ഡ്യൂ ടു വാട്ട്, ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി. ദാറ്റ് മീൻസ് ഹീറ്റ് ഫ്ലോസ് ഫ്രം ലോ ഡെൻസിറ്റി റീജിയൻ ടു ഹൈ ഡെൻസിറ്റി റീജിയൻ. ഇവിടെ നിങ്ങോട്ടായിരിക്കും ഹീറ്റ് ഫ്ലോ നടക്കുന്നത്, ലോ ഡെൻസിറ്റിയിൽ നിന്ന് ഹൈ ഡെൻസിറ്റിയിലേക്കായിരിക്കും നടക്കുന്നത്. സോ ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി. നെക്സ്റ്റ് ഈസ് ഇറ്റ് occurs in fluids by actual flow of matter. ഇപ്പോൾ ഹീറ്റ് ചെയ്യപ്പെട്ട മോളിക്യൂൾസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ത്രൂ ഔട്ട് ഫ്ലൂയിഡിൽ മൂവ് ചെയ്യുന്നത്. നേരത്തെ പഠിച്ചതിൽ എന്താണ്, ഈ ഒരു മാറ്റർ ഒന്നും മൂവ് ചെയ്യുന്നില്ല. സോളിഡ്സ് ആകുമ്പം ആറ്റംസ് എല്ലാം ടൈറ്റ്ലി പാക്ഡ് ആണ്, ക്ലോസ്ലി പാക്ഡ് ആണ്, നൈബറിലോട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഇൻ ദി കേസ് ഓഫ് ഫ്ലൂയിഡ്സിലാണെങ്കിൽ ഈ ഹീറ്റ് ചെയ്യപ്പെട്ട മോളിക്യൂൾസ് തന്നെയാണ് ത്രൂ ഔട്ടായിട്ട് ഈ ഫ്ലൂയിഡ്സിലൂടെ മൂവ് ചെയ്യുന്നത്. നമുക്ക് അവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ബീക്കറിലോട്ട് കുറച്ച് വാട്ടർ ഫില്ല് ചെയ്യാം. ഒരു ബീക്കർ എടുത്തു, വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹീറ്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്തു. ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ഒരു വാട്ടർ ഹീറ്റാകാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ലോവർ പാർട്ടിലുള്ള മോളിക്യൂൾസ്, ഏറ്റവും ലോവർ പാർട്ട്, ഇവിടെയുള്ള മോളിക്യൂൾസ് ആൾറെഡി എന്തായിരുന്നു, കോൾഡ് ടൈപ്പ് മോളിക്യൂൾസ് ആയിരുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു തണുത്തുള്ളതാണ്, കോൾഡ് മോളിക്യൂൾസ് ആണ് ആൾറെഡി ഉള്ളത്. ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പം ഈ ലോവർ പാർട്ടിലുള്ള മോളിക്യൂൾസിന് എന്ത് കിട്ടും, ഹീറ്റ് കിട്ടും. ഹീറ്റ് കിട്ടുമ്പോൾ, ഹീറ്റ് അബ്സോർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, എപ്പോഴും ഫ്ലോട്ട് ചെയ്യത്തുള്ളൂ, മുങ്ങിപ്പോകത്തില്ല. ഇതെന്ത് ചെയ്യും, ഈ ഡെൻസിറ്റി കുറഞ്ഞ മോളിക്യൂൾസ്, ഹീറ്റ് ചെയ്യപ്പെട്ട മോളിക്യൂൾസ് ഇവിടെ നിന്ന് എവിടെ പോകും, വാട്ടറിൻ്റെ അപ്പ് സർഫസിലോട്ട് പോകും. ഡെൻസിറ്റി കുറവാണെങ്കിൽ വാട്ടറിൻ്റെ സർഫസിൽ അത് ഫ്ലോട്ട് ചെയ്യത്തുള്ളൂ, താഴെ സിങ്ക് ചെയ്യത്തില്ല. താഴെയുള്ള കോൾഡർ മോളിക്യൂൾസിന് എന്ത് കിട്ടും, ഹീറ്റ് കിട്ടും. ഈ ഹീറ്റ് കിട്ടുമ്പോൾ എന്ത് കുറയും, ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ ഈ ഡെൻസിറ്റി കുറഞ്ഞ മോളിക്യൂൾസ് എന്ത് ചെയ്യും, വാട്ടറിന് മുകളിലോട്ട് ട്രാൻസ്ഫർ ആവും, മുകളിലോട്ട് പോകും. ഇനി ഈ ഒരു പ്ലേസിലേക്ക് എന്ത് ചെയ്യും, മുകളിലുള്ള ഈ കോൾഡ് മോളിക്യൂൾസ് വീണ്ടും താഴോട്ട് വരും. കോൾഡ് മോളിക്യൂൾസ് താഴോട്ട് വരും, വീണ്ടും അതിനെന്ത് ചെയ്യും, ഹീറ്റ് കിട്ടും. ഹീറ്റ് കിട്ടുമ്പോൾ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. ഈ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കും. കുറേ സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ആവും. എന്ന് വെച്ചാൽ എന്താണ്, ഡെൻസിറ്റി കുറയുമ്പോൾ ഇത് മുകളിലോട്ട് ചെല്ലും. ഹീറ്റ് ചെയ്യപ്പെട്ട മോളിക്യൂൾസ് തന്നെയാണ് ഈ ഫ്ലൂയിഡിന് മുകളിലോട്ട് അല്ല എൻഡിയർ പാർട്ടിൽ ട്രാവൽ ചെയ്യുന്നത്. സോ ഈസ് മെയിൻലി ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡെൻസിറ്റി കുറവ്, നേരത്തെ ഹീറ്റ് ചെയ്യപ്പെട്ട മോളിക്യൂൾസ് എന്ത് കുറവായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും, മുകളിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഹീറ്റ് ഫ്ലോസ് ഫ്രം ലോ ഡെൻസിറ്റി റീജിയൻ ടു ഹൈ ഡെൻസിറ്റി റീജിയൻ. ക്ലിയർ ആണോ?
ഇറ്റ് ഒക്കേഴ്സ് ഫ്ലൂയിഡ്സ് ബൈ ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ. ഇവിടെ ഹീറ്റ് ചെയ്യപ്പെട്ട മോളിക്യൂൾസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻഡയർ പാർട്ടിലൂടെ മൂവ് ചെയ്യുന്നത്. സോ ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ, ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. ഇത് വളരെ പതിയെ നടക്കുന്ന പ്രോസസ്സ് കൂടെയാണ്. സോ ദിസ് ഈസ് കോൾഡ് വാട്ട്, കണ്ടക്ഷൻ. അപ്പോൾ കണ്ടക്ഷൻ എന്തൊക്കെ പറയാം? കണ്ടക്ഷൻ മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ ഫ്ലൂയിഡ്സ്. സോ ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി, ദാറ്റ് ഈസ് ഫ്രം ലോ ഡെൻസിറ്റി റീജിയൻ ടു ഹൈ ഡെൻസിറ്റി റീജിയൻ. നെക്സ്റ്റ് ഈസ് ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ. The heated molecules itself to move entire part of this liquids. So it is due to actual flow of matter. Last one is, it is also a very slow process. വളരെ പതിയെ നടക്കുന്ന പ്രോസസ്സാണ് എന്ത് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. So another one is radiation. Radiation. It is a transfer of heat by electromagnetic waves. അപ്പോൾ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത്? ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. EM വേവ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. EM വേവ്സ്. The next is it can take place at large distance. എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഹീറ്റിങ്ങിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊപ്പഗേറ്റ് അറ്റ് ദിസ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഇപ്പോൾ ലൈറ്റ് പോകുന്ന അതേ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ട്രാവൽ ചെയ്യാൻ പറ്റും. നോ മീഡിയം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ. പ്രത്യേക മീഡിയം വേണമെന്നെന്തില്ല, നിർബന്ധമില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മീഡിയം ഇവിടെ ആവശ്യമില്ല. അത് സോളിഡ് ആണെന്ന് നിർബന്ധമില്ല, ഫ്ലൂയിഡ്സ് ആണെന്ന് നിർബന്ധമില്ല. വാക്യൂം ആയിരുന്നാൽ പോലും എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ദാറ്റ് ഈസ് കോൾഡ് റേഡിയേഷൻ. അല്ലേ? നമ്മളിപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുമ്പോൾ, രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുമ്പോൾ തൊട്ടടുത്ത് നിന്നാൽ മതി, ഇതിൻ്റെ ചൂട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അല്ലേ? അവിടെ മീഡിയം ഉണ്ടെങ്കിലും എയർ ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഹീറ്റ് എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്. സോ ഈ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇനി തൊട്ടടുത്ത് നിന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഹീറ്റ് അനുഭവപ്പെടും. അല്ലേ? കുറച്ചുകൂടി ഡിസ്റ്റൻസ് മാറി നിൽക്കുകയാണെങ്കിൽ ഹീറ്റ് കിട്ടും, പക്ഷെ അത്ര സ്ട്രെങ്ത് ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ. ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ് അല്ലേ? ഇപ്പോൾ സൺലൈറ്റ്, ഇൻഫൈനിറ്റ് വരുന്ന ലൈറ്റ് ഭൂമിയിലോട്ട് എത്തുമ്പോൾ ആ ഒരു ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ലാർജ് ഡിസ്റ്റൻസ് ആണ്. ഈ സൺലൈറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഹീറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എത്ര ഡിസ്റ്റൻസ് ആയിരുന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ലാർജ് ഡിസ്റ്റൻസ്. സോ ഇറ്റ് പ്രൊപ്പഗേറ്റ് അറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന അതേ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് വൺ ഈസ്, ദർ ഇസ് നോ മീഡിയം ഫോർ ദി ഹീറ്റ് ട്രാൻസ്ഫർ. പ്രത്യേക മീഡിയം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് മെത്തേഡ് ഇസ് കോൾഡ് റേഡിയേഷൻ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഉണ്ട്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹീറ്റ് ട്രാൻസ്ഫർ. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഈ പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്യണം, ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് നന്നായി രീതിക്കൊന്ന് പഠിക്കണം. സോ മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് തെർമോഡൈനാമിക്സ്. അടുത്ത വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. ഇതിനകത്ത് നമുക്ക് കുറേ പ്രോസസ്സ് പഠിക്കാനുണ്ട്. ഐസോതെർമൽ, ഐസോബോറിക് അങ്ങനെ കുറേ പ്രോസസ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കുറഞ്ഞ സമയം കൊണ്ട് വേഗം ഒന്ന് കവറപ്പ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ്, എന്താണ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി സോ ഞാനിവിടെ ഈ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് PVT ആണ് കേട്ടോ. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, ദെൻ എൻട്രോപ്പി, ഇങ്ങനെ തുടങ്ങിയ കുറേ ടേംസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ദെൻ ഇതിനകത്ത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ അല്ലേ, 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനിലായിട്ട് എല്ലാ ടേംസിനകത്ത് ഉപയോഗിക്കുന്നത്. പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, ഒരു പിസ്റ്റൺ വച്ച് അടച്ചിട്ടുണ്ട്. ഒരു ക്ലോസ്ഡ് പിസ്റ്റൺ, ഇതൊരു പിസ്റ്റനാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഫിൽ ചെയ്തിട്ടുണ്ട്. ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്തുള്ള മോളിക്യൂൾസിന് കൊളിഷനും അതുപോലെ തന്നെ കൈനറ്റിക് എനർജി വ്യത്യാസം വരും, പ്രഷർ വേരിയേഷൻ സംഭവിക്കും, വോളിയം ഇൻക്രീസ് ആകും, ടെമ്പറേച്ചർ മാറും അല്ലേ. അപ്പോൾ ഈ ഒരു പിസ്റ്റന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഈ PVTക്ക് വ്യത്യാസം വരും. പ്രഷർ മാറും, വോളിയം മാറും, ടെമ്പറേച്ചർ മാറും. അതുപോലെ ഇതിനകത്തുള്ള മോളിക്യൂൾസിന്റെ സ്പീഡും അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസും ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു പിസ്റ്റൺ മൂവ് ചെയ്യുന്നതനുസരിച്ച്. സപ്പോസ് ഈ ഒരു പിസ്റ്റൺ മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വോളിയം കൂട്ടാൻ പറ്റും, വോളിയം ഇൻക്രീസ് ചെയ്യും, മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പിന്നെയും കൂടും. സപ്പോസ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിലോ പിസ്റ്റൻ്റെ വോളിയം കുറയും, മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കുറയും, ഇന്റർ ആറ്റോമിക് ഫോഴ്സും അവിടെ കൂടും. അതനുസരിച്ച് എനർജിക്ക് വ്യത്യാസം വരും.
സോ അങ്ങനത്തെ ഈ ഇന്റേണലി ഈ കണ്ടന്റിനകത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന എനർജിയെ നമുക്ക് ചേർത്ത് എന്ത് വിളിക്കാം? ഇന്റേണൽ എനർജി എന്ന് പറയാം. ദ എനർജീസ് ഓൾ എനർജീസ് ഇൻസൈഡ് ദി സിസ്റ്റം. ഇത് സിസ്റ്റത്തിനകത്ത് ഫോം ചെയ്യുന്ന എല്ലാ എനർജി നമുക്ക് എന്ത് വിളിക്കാം? ഇന്റേണൽ എനർജി എന്ന് പറയാം. ഇറ്റ്സ് മെയിൻലി ഇറ്റ് ഈസ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മോളിക്യൂൾ. ഇപ്പോൾ ടോട്ടൽ എനർജി വെച്ചെന്താണ്? ടോട്ടൽ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു ഇറ്റ്സ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ എനർജി ഇൻസൈഡ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ യു. ഇതൊരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഇതിന്റെ ഏത് ടേം ഡിനോട്ട് ചെയ്യുന്നു? യു എന്ന ടേം ഡിനോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ മോർ പോയിന്റ് പഠിച്ചു വെച്ചോ. ഇന്റേണൽ എനർജി ഇസ് ദ ഫങ്ഷൻസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഇന്റേണൽ ഏതിന്റെ ഫംഗ്ഷൻ ആണ്? ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഈ ഒരു സിസ്റ്റത്തിനകത്ത് കൂടുകയാണെങ്കിൽ when അപ്ലൈ ഹീറ്റ് എനർജി, ഹീറ്റ് ഓർ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? കൂടും. when temperature increases, internal energy of the system increases. when temperature decreases, temperature കുറയുകയാണെങ്കിൽ internal energy decreases. ഈ ഒരു 3 പോയിന്റ് ഓർമ്മിച്ച് വെച്ചോ. വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി ഇസ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. then it is a state variable. Internal energy is the functions of temperature. That means when temperature increases, U is increased. When temperature decreases, U is decreased. Yeah, kinetic energy and potential energy, that is internal energy. Okay. Yeah, U is proportional to T. Temperature കൂടുമ്പോൾ എന്ത് കൂടും? ഇന്റേണൽ എനർജി കൂടും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? കുറയും. ഓക്കെ. ദ നെക്സ്റ്റ് ഈസ് വർക്ക് ഡൺ. വർക്ക് ഡൺ ഇൻ തെർമോഡൈനാമിക് പ്രോസസ്. നമുക്ക് ഇക്വേഷൻ ഒന്നും പരീക്ഷ ചോദിക്കത്തില്ല. പക്ഷെ അങ്ങോട്ട് നമ്മൾ ഡെറിവേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ വർക്കിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് വർക്ക് ഡണിന്റെ ഫോർമുല? സാധാരണഗതിയിൽ വർക്കിന്റെ ഇക്വേഷൻ പഠിക്കാറുണ്ട് അല്ലേ? സ്മോൾ വർക്ക് ഡൺ ആണെങ്കിൽ DW is equal to F into dx എന്നൊക്കെ പഠിക്കാറുണ്ട്. ഇവിടെ തെർമോഡൈനാമിക്സിൽ വർക്കിന്റെ ഇക്വേഷൻ ഉണ്ട്. നമുക്കൊരു ഞാൻ ചെറിയൊരു ഡയഗ്രാം വരയ്ക്കാം. ഒരു കണ്ടെയ്നർ, നേരത്തെ വരച്ച പോലെ ഒരു പിസ്റ്റൺ. ഇപ്പോൾ ഇതിന്റെ വോളിയം V ആണ് കരുതിക്കോ. വോളിയം V ആണ്. ഇതിന്റെ പ്രഷർ P ആണ്. സോ ഏരിയ, ഈ ഒരു റീജിയന്റെ ഏരിയ A എന്ന് എടുത്തു. സപ്പോസ് ഈ ഒരു പിസ്റ്റനെ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഉയർത്തുകയാണെങ്കിൽ ഇതിന്റെ വോളിയം എന്ത് ചെയ്യും? കൂടും അല്ലേ? നേരത്തെ പിസ്റ്റൻ ഇരുന്ന പൊസിഷൻ ഇതാണ്. വീണ്ടും ഞാൻ പിസ്റ്റൻ മുകളിലോട്ട് ഉയർത്തുകയാണെങ്കിൽ ഇതിന്റെ വോളിയം കൂടും, പൊസിഷൻ മാറും, ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും, സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ dx കൊടുത്തു, ചെറിയ വോളിയമാണ്, ദാറ്റ് ഈസ് ഡെൽറ്റ V. നമ്മുടെ ഇക്വേഷനകത്ത് സ്മോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു F ഇൻറ്റു dx എഴുതാമല്ലോ. ഈ എഫിനെ ഞാൻ ഒന്ന് കൺവേർട്ട് ചെയ്യാണ്, ഇൻ ടേംസ് ഓഫ് പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇതിനകത്ത് നിന്ന് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് ക്രോസ് ചെയ്തോ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കിട്ടും. പ്രഷർ ഇൻറ്റു ഏരിയ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ DW ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു dx അല്ലേ? ഏരിയ ഇൻറ്റു dx. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്താണ്? നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വോളിയം ആണ്. ഇവിടുത്തെ വോളിയം എന്താണ്? ചെറിയൊരു വോളിയം ആണ് ചേഞ്ച് ആയിട്ടുള്ളത്. ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചപ്പോൾ ചെറിയൊരു വോളിയം ചേഞ്ച് ആയി. സോ DW ക്യാൻ ബി റിട്ടൺ ആസ് P ഇൻറ്റു dV എന്ന് എഴുതാം. ചേഞ്ച് ഇൻ സ്മോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P ഇൻറ്റു dV. dV മീൻസ് ചേഞ്ച് ഇൻ വോളിയം ആണ്. ഇൻ ടേംസ് ഡെൽറ്റ ആണെങ്കിലോ ഡെൽറ്റ W ഈസ് ഈക്വൽ ടു P ഡെൽറ്റ V എന്ന് എഴുതാം. P ഡെൽറ്റ V. ദിസ് ഈസ് വർക്ക് ഡൺ ഫോർമുല. എന്താണ് വർക്ക് ഡൺ ഫോർമുല? ഡെൽറ്റ W ഈസ് ഈക്വൽ ടു P ഇൻറ്റു ഡെൽറ്റ V ഓർ DW ഈസ് ഈക്വൽ ടു P dV എന്ന് എഴുതാം. ഇനി ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഫോർ ഫൈൻഡിങ് ടോട്ടൽ വർക്ക് ഡൺ ആണെങ്കിൽ W ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2. ഇനിഷ്യൽ വോളിയം V1 ആണ്. സോ ഇന്റഗ്രൽ V1 to V2 P dV. അപ്പോൾ ഇക്വേഷൻ ഓപ്പൺ ചെയ്ച്ചോ. എന്താണ് ടോട്ടൽ വർക്കിന്റെ ഇക്വേഷൻ? ഡെൽറ്റ W is equal to ഇന്റഗ്രൽ V1 to V2 P dV. ഇനി വർക്ക് ഡൺ ഇൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ, ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ that means in PV graph, this is P and okay, this is P and this is P. ഒരു PV ഗ്രാഫ് ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയെന്ന് കരുതിക്കും. ഇതിന്റെ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും?
ഈ ഒരു പോയിന്റ് നമ്മൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, ഇവിടെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഇതിന് എന്ത് കണ്ടുപിടിച്ചാൽ മതിയാവും? ഏരിയ കണ്ടുപിടിച്ചാൽ മതിയാവും. സോ ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ്, ഏരിയ അണ്ടർ ദ കർവ്. മൂന്ന് ഇക്വേഷൻ ഞാൻ പറഞ്ഞു വർക്കിന്റെ കേസിൽ ഏതൊക്കെയാണ്? സ്മോൾ വർക്ക് ഡൺ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ ബി. ടോട്ടൽ വർക്ക് ഡൺ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 പി ഡി വി. ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? വർക്ക് ഡൺ ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ്. ക്ലിയർ ആണോ? 3 ഇക്വേഷൻസ്. Okay. The next is first law of thermodynamics. നമുക്ക് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? സ്റ്റേറ്റ്മെന്റ് എഴുതണം, ഇക്വേഷൻ എഴുതണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വെച്ച അതേ ഡയഗ്രം തന്നെയാണ്. ഒരു കണ്ടെയ്നർ, ഒരു പിസ്റ്റൺ, മാറ്റമൊന്നുമില്ല. ഞാനിവിടെ ഈ പിസ്റ്റൺ, ഇതിന്റെ വോളിയം V ആണ്, പ്രഷർ P ആണ്, ഏരിയ A, മാറ്റമൊന്നുമില്ല. ഇതിനകത്ത് ഒരുപാട് മോളിക്യൂൾസ് ഒക്കെ ഇരിപ്പുണ്ട്. ദെൻ ഇവിടെ ഞാൻ ഹീറ്റ് അപ്ലൈ ചെയ്തു, ഹീറ്റ് എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹീറ്റ് എനർജി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഹീറ്റ് കൂടുന്നതനുസരിച്ച് ഈ ഒരു ഇതിനകത്തുള്ള മോളിക്യൂൾസിന് ടെമ്പറേച്ചർ കിട്ടും. ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ, ടെമ്പറേച്ചർ കൂടിയാൽ അതിനകത്തുള്ള എന്ത് ചേഞ്ച് ആവും? ടെമ്പറേച്ചർ റൈസ് ചെയ്താൽ അതിനകത്തുള്ള മോളിക്യൂൾസിന് ഇന്റർ എനർജി ചേഞ്ച് ആവും, U ഇൻക്രീസ് ആവും, അല്ലേ? ദെൻ ഇന്റർ എനർജി ചേഞ്ച് ആവും. അതനുസരിച്ച് കുറച്ച് എനർജിയൊക്കെ വരുമ്പം ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, അല്ലേ? എക്സ്പാൻഡ് ചെയ്യുമ്പം ഈ പിസ്റ്റൺ പതിയെ മുകളിലോട്ട് മൂവും, ചെറിയൊരു വർക്ക് നടക്കും. അപ്പോൾ കുറച്ച് ഹീറ്റ് എനർജി അപ്ലൈ ചെയ്തപ്പോൾ ആദ്യം കൊടുത്ത ഹീറ്റ് എനർജി എന്ത് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു? അതിൻ്റെ ഇന്റർ എനർജി റൈസ് ചെയ്തു. അപ്പോൾ ഹീറ്റ് എനർജി കാരണം ആദ്യം എന്ത് ചെയ്തു? അതിൻ്റെ ഇന്റർ എനർജി ചേഞ്ച് ആയി. ദെൻ മാത്രമല്ല ഈ മോളിക്യൂൾസിൻ്റെ കുറച്ച് എനർജി കിട്ടി, ഡിസ്റ്റൻസ് എല്ലാം ഇൻക്രീസ് ചെയ്തു. അത് കാരണം ഈ പിസ്റ്റൺ അല്പം മുകളിലോട്ട് ഉയർന്നു. പിസ്റ്റൺ ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് വർക്ക് നടക്കുമല്ലേ, ചെറിയൊരു വർക്ക് നടക്കും. സോ വർക്ക് ഡൺ നടക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ ഹീറ്റ് എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്താണ് ഹീറ്റ് എനർജി ഏതൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്തു? ഈ കൊടുത്ത ടോട്ടൽ ഹീറ്റ് എനർജി കുറച്ച് ഇന്റർ എനർജിക്കും ബാക്കിയുള്ള റിമൈനിങ് എനർജി ഇതിന് ഉപയോഗിച്ചു വർക്ക് ഡൺ വേണ്ടി യൂസ് ചെയ്തു. സോ ദിസ് ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിനാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ നോക്കിക്കേ, ഇഫ് an amount of heat is given to a system, ഒരു സിസ്റ്റത്തിനകത്ത് കുറച്ച് ഹീറ്റ് എനർജി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എ പാർട്ട് ഓഫ് ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദി ഇന്റർണൽ എനർജി. കൊടുത്ത കുറച്ച് എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്തു? അതിന്റെ ഇന്റർണൽ എനർജിക്ക് വേണ്ടി, ഇന്റർണൽ എനർജി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്തു. ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള മോളിക്യൂൾസിന് എനർജി കിട്ടും. എന്നുവെച്ചാൽ എനർജി കിട്ടുമ്പോൾ ടെമ്പറേച്ചർ കിട്ടും. ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഇന്റർണൽ എനർജി, കൈനറ്റിക് എനർജിയും ചേഞ്ച് ആവും, പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ആവും, അല്ലേ? ടു ഇൻക്രീസ് ദി ഇന്റർണൽ എനർജി ആൻഡ് അതർ പാർട്ട് ഈസ് യൂസ്ഡ് ടു ഡു എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ എനർജി കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഈ പിസ്റ്റൺ അല്പം ഒന്ന് ഉയർന്നു, റൈസ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് നടക്കും? കുറച്ച് വർക്ക് നടക്കും. അപ്പോൾ ബാക്കിയുള്ള എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്തു? വർക്ക് ഡണ്ണിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ എന്ന് എഴുതാം. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ഡൺ എഴുതാലോ. ദിസ് ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഇഫ് an amount of heat is given to a system, a part of the heat is used to increase the internal energy. അപ്പോൾ കുറച്ച് എനർജി എന്ത് ചെയ്തു? ഇന്റേണൽ എനർജി റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ആൻഡ് അതർ പാർട്ട് ഈസ് യൂസ്ഡ് ടു ഡു ദി എക്സ്റ്റേണൽ വർക്ക്. ബാക്കിയുള്ള റിമൈനിങ് എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? വർക്ക് നടന്നു. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ ഒരു 100 ജൂൾ ഓഫ് എനർജി കൊടുത്തപ്പോൾ ഇതിനകത്ത് ഒരു 25 ജൂൾ ഓഫ് എനർജി അതിൻ്റെ ഇന്റേണൽ എനർജിക്കും ബാക്കിയുള്ളത് ഒരു 75 ജൂൾ ഓഫ് എനർജി എന്തിനു ഉപയോഗിച്ചു? വർക്ക് ഡണ്ണിന് വേണ്ടി യൂസ് ചെയ്തു. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ എനർജി കിട്ടും, നമുക്ക് കൊടുത്ത എനർജി കിട്ടും. സോ ഇത് ഏതിൻ്റെ ഒരു കൺസർവേഷൻ ആണ്? എനർജി കൺസർവേഷൻ ലോ തന്നെയാണ്, അല്ലേ? ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻസ് ഓഫ് എനർജി. കൺസർവേഷൻ ലോ, എനർജിയുടെ കൺസർവേഷൻ ലോയുമായി ബന്ധപ്പെട്ട് വരുന്ന ലോ ആണ് എന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് വൺ ഫോം ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ്. ഒരു ഫോമിൽ എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇൻടു അനദർ ഫോം. ദ ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ആ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ഹീറ്റ് എന്ന ടോട്ടൽ എനർജി എന്തിനൊക്കെ വേണ്ടി കൺവേർട്ട് ചെയ്തു? കുറച്ച് ഇന്റേണൽ എനർജിക്ക് വേണ്ടി കൺവേർട്ട് ചെയ്തു, ബാക്കി കുറച്ച് ഭാഗം വർക്ക് ഡൺ വേണ്ടി യൂസ് ചെയ്തു.
So this is first law of thermodynamics. Now our equation delta Q. Delta Q means heat. Heat supplied to the system. Delta Q is equal to delta U, that is change in internal energy, and delta W, work done by the system. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഈ ഒരൊറ്റ ഇക്വേഷൻ വെച്ച് നമുക്ക് സ്റ്റേറ്റ്മെന്റ് പറയാം അല്ലേ? സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാം? An amount of heat is given to a system. A part of the heat is used to increase the internal energy and the other part is used to do the external work. Clear ആണോ? Delta Q is equal to delta U plus delta W. Now delta W formula, delta W is equal to P delta V. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ദിസ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Okay. So next is thermodynamic process. നമ്മൾ ഇനി കുറച്ചൊരു തെർമോഡൈനാമിക് പ്രോസസ് നോക്കാൻ പോവാണ്. മെയിൻലി ഒരു 5 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എന്താണ് ഐസോതെർമൽ പ്രോസസ്? ഐസോതെർമൽ പ്രോസസ്, ദെൻ അഡിയബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ് ആൻഡ് സൈക്ലിക് പ്രോസസ്. അപ്പോൾ ഈ 5 പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യാം? വളരെ കൃത്യമായിട്ട് പഠിക്കണം. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ പ്രോസസ്സും പഠിച്ചിരിക്കണം. സോ 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഐസോതെർമൽ പ്രോസസ്. നിങ്ങൾ വേഗം പറഞ്ഞേ, എന്താണ് ഐസോതെർമൽ പ്രോസസ്? ഐസോതെർമൽ പ്രോസസ് ആയിരിക്കുമ്പോൾ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും അവിടെ? ഒന്ന് വേഗം പറഞ്ഞേ. ഇൻ ഐസോതെർമൽ പ്രോസസ് വിച്ച് വൺ ഈസ് കോൺസ്റ്റന്റ്? Which is constant? Okay, temperature അല്ലേ? T constant ആയിരിക്കും. T is constant. T constant ആണെങ്കിൽ ആ പ്രോസസ് എന്ന് വിളിക്കാതെ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാം. ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് ഓക്കെ, ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. എന്താണ് ഇക്വേഷൻ? പി വി സി ഈക്വൽ ടു എൻ ആർ ടി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് പി വി ഈക്വൽ ടു എൻ ആർ ടി. ഇതിനകത്ത് ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ടി എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ എൻ നമ്പർ ഓഫ് മോൾസ്, ഒരു സിസ്റ്റം എടുക്കുമ്പോൾ അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കോൺസ്റ്റന്റ് ആണ്. ആർ അത് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 ടേം ഇവിടെ കോൺസ്റ്റന്റ് ആണ്. എൻ കോൺസ്റ്റന്റ് ആണ്, ആർ കോൺസ്റ്റന്റ് ആണ്, ടിയും കോൺസ്റ്റന്റ് ആണ്. സോ ഇൻ ജനറൽ ഹൗ ടു റൈറ്റ് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ പി വി എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. പി വി ഈസ് കോൺസ്റ്റന്റ്. എന്തൊക്കെയാണ് വേരിയബിൾസ്? ഇവിടെ പ്രഷറും വോളിയം വേരിയബിൾസ് ആയിരിക്കും. ഇനിഷ്യൽ പ്രഷർ P1, then initial volume V1. This can vary to P2 and V2. പ്രഷർ വോളിയം എന്താവാം? ഇവിടെ വേരി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പഠിച്ചേക്കണം കേട്ടോ. ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചേക്കണം. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണ് വേരിയബിൾസ് ആയിട്ടുള്ളത്? പ്രഷറും വോളിയം വേരിയബിൾസ് ആണ്. ടി ആണ് കോൺസ്റ്റന്റ്. So initial pressure P1, initial volume V1, it changes to P2 and V2. അങ്ങനെയാണെങ്കിൽ how to write? P1 V1 is equal to P2 V2. Okay. P1 V1 is equal to what? P1 V1 is equal to P2 V2. This is isothermal process. Ni, according to first law of thermodynamics, nan equation from first law. From first law of thermodynamics, delta Q is equal to delta U plus delta W അല്ലേ? അപ്പോൾ എന്താണ് ഇക്വേഷൻ? ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, delta Q is equal to delta U plus delta W. What is U? U is internal energy അല്ലേ? Internal energy is the functions of temperature. ഞാൻ പറഞ്ഞു, U is the functions of temperature. U ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കൂടണം. ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് ചെയ്യും? യു ഇൻക്രീസ് ചെയ്യും. ദെൻ ടെമ്പറേച്ചർ കുറഞ്ഞാലോ യു കുറയും, ഡിക്രീസ് ചെയ്യും. സപ്പോസ് ടി കോൺസ്റ്റന്റ് ആണെങ്കിൽ വാട്ട് അബൌട്ട് യു? ടി കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നില്ല കുറയുന്നില്ല, ടി കോൺസ്റ്റന്റ് ആണ്. ടി കോൺസ്റ്റന്റ് ആയാൽ യു എന്തായി മാറും? യു ഇസ് കോൺസ്റ്റന്റ് ആവും അല്ലേ? ടി കോൺസ്റ്റന്റ് ആയാൽ യു എന്താവും? യു കോൺസ്റ്റന്റ് ആവും. യു കോൺസ്റ്റന്റ് വാട്ട് അബൌട്ട് ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി? ഡെൽറ്റ യു എന്തായി മാറും?
ചേഞ്ച് ഇൻ എനർജി ടി കോൺസ്റ്റന്റ് ആണ്, അതനുസരിച്ച് യു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. യു കോൺസ്റ്റന്റ് ആയാൽ വാട്ട് അബൌട്ട് ഡെൽറ്റ യു, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു, ഈ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനൽ ഇനിഷ്യൽ എന്താണ്? ഓക്കെ, യു കോൺസ്റ്റന്റ് ആയിരിക്കും. വാട്ട് അബൌട്ട് ഡെൽറ്റ യു, ചേഞ്ച് ഇൻ എനർജി. യു ഇസ് ഈക്വൽ ടു, ഈ ഡെൽറ്റ എന്ന ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ്. ഫൈനൽ മൈനസ് ഇനിഷ്യൽ, ഫൈനൽ മൈനസ് ഇനിഷ്യൽ, ഇതാണ് ഡെൽറ്റ. ഡെൽറ്റ യു മീൻസ് ഫൈനൽ ഇന്റർ എനർജി മൈനസ് ഇനിഷ്യൽ ഇന്റർ എനർജി. യു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫൈനൽ ഇന്റർ എനർജിയും ഇനിഷ്യൽ എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ആയി എന്ത് കിട്ടും? ഡെൽറ്റ യു ഈക്വൽ ടു 0 വരും. ഓക്കെ, യു കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ചിൽ ഇന്റർ എനർജി എന്താണ്? 0 കിട്ടും. ഓർമ്മിച്ച് വെച്ചാൽ മതി. യു കോൺസ്റ്റന്റ്, അതുപോലെ ടി കോൺസ്റ്റന്റ് ആണ്. ടി കോൺസ്റ്റന്റ് ആയാൽ ഡെൽറ്റ ടി എന്താണ്? അവിടെ 0. അതുപോലെ യു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ യു എന്തായി മാറും? 0 ആയിട്ട് മാറും. അതനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു, കാരണം ഇവിടുത്തെ യു 0 ആയിട്ട് പോകും. സോ ഫസ്റ്റ് ചോയ്സ് റെഡ്യൂസസ് ടു ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ഐസോതെർമൽ പ്രോസസ് എന്ന് വെച്ചാൽ, ഇൻ ഐസോതെർമൽ പ്രോസസ് ടെമ്പറേച്ചർ എന്താണ്? റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനകത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടി കോൺസ്റ്റന്റ് ആണ്. ഐഡിയൽ കേസ് ഇക്വേഷൻ അനുസരിച്ച് പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നാണ്. സോ എന്നും ആറും ടി എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ഇൻ ജനറൽ ഹൗ ടു റൈറ്റ് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇവിടെ വേരിയബിൾസ് പ്രഷറും വോളിയം ആണ്. ബാക്കിയുള്ള എല്ലാ ടൈമും ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ പ്രഷർ ഈസ് P1, ഫൈനൽ പ്രഷർ P2, ഇനിഷ്യൽ വോളിയം V1, ഫൈനൽ വോളിയം V2. അങ്ങനെയാണെങ്കിൽ P1 V1 ഈക്വൽ ടു P2 V2 എഴുതാം. ക്ലിയർ? ഇനി ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ യു ഈസ് ഇന്റേണൽ എനർജി. ഇവിടെ ടി കോൺസ്റ്റന്റ് ആയാൽ യു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ദെയർഫോർ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആയി പോകും. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹീറ്റ് സപ്ലൈ, അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഇനി ഈ ഒരു ഐസോതെർമൽ പ്രോസസ് നടക്കണമെങ്കിൽ 2 കണ്ടീഷൻ കൂടെ ഒബേ ചെയ്യണം കേട്ടോ. ദർ ആർ 2 കണ്ടീഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്. ഒന്നാമത്തെ പോയിന്റ് വെച്ചാൽ ഇറ്റ് മസ്റ്റ് ബി എ സ്ലോ പ്രോസസ്. ഈ ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ പതിവ് നടക്കുന്ന പ്രോസസ്സാണ്. ഇറ്റ് മസ്റ്റ് ബി എ സ്ലോ പ്രോസസ്. സോ സെക്കൻഡ് വൺ ഈസ് ഷുഡ് ബി എ കണ്ടക്ടിങ് വാൾ. നമ്മൾ എടുക്കുന്ന ഒരു കണ്ടെയ്നറിനകത്ത് എന്ത് യൂസ് ചെയ്യണം? കണ്ടക്ടിങ് വാൾ യൂസ് ചെയ്യുക. കണ്ടക്ടിങ് വാൾ എന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റം ഞാൻ എടുക്കുകയാണ്. സോ ദിസ് ഇസ് എ സിസ്റ്റം, ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഇപ്പോൾ 2 സിസ്റ്റമാണ് എയും ബിയും. ഈ എയും ബിയും സെപ്പറേറ്റ് ചെയ്യുന്ന വാൾ ഇതാണ്. ഈ ഒരു വാൾ എന്ത് വാളായിരിക്കണം? കണ്ടക്ടിങ് വാളായിരിക്കണം. കണ്ടക്ടിങ് വാൾ എന്ന് വെച്ചാൽ ഹീറ്റിനെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ കടത്തിവിടുന്ന വാൾസ് ആണ് എന്ത് പറയുന്നത്? കണ്ടക്ടിങ് വാൾ എന്ന് പറയുന്നത്. ഇനിഷ്യലി ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആയിരുന്നു, ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആയിരുന്നു. സപ്പോസ് നമ്മളിവിടെ ഒരു കണ്ടക്ടിങ് വാളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ T1 ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് കൂടിയ ഭാഗത്തിൽ നിന്ന് കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ചെയ്യും. കുറേ സമയം കഴിയുമ്പം രണ്ടിടത്തും ടെമ്പറേച്ചർ എന്തായിട്ട് മാറും? സെയിം ആയിട്ട് മാറും. T1 is equal T2 ആയിട്ട് മാറും. അപ്പോൾ ടെമ്പറേച്ചർ എന്താവും? കോൺസ്റ്റന്റ് ആവും. ഈ കോൺസ്റ്റന്റ് വരണമെങ്കിൽ കുറേ സമയം എടുക്കും. സോ ഇറ്റ് ഈസ് എ വെരി സ്ലോ പ്രോസസ്. വളരെ പതിവ് നടക്കുന്ന പ്രോസസ്സാണ്. രണ്ടാമത് എന്ത് യൂസ് ചെയ്യണം? കണ്ടക്ടിങ് വാൾ യൂസ് ചെയ്യുക. ഈ 2 കമ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൾ ഇതാണ്. ഈ വാൾ എന്തായിരിക്കണം? മസ്റ്റ് ബി എ കണ്ടക്ടിങ് വാൾ. എങ്കിൽ മാത്രമേ ഐസോതെർമൽ പ്രോസസ്സ് നടക്കത്തുള്ളൂ. There are 2 conditions for isothermal process. It must be a slow process, should be used in a conducting wall. Clear? So next is work done in isothermal process. ഒരു 3 മാർക്കിന് എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ഒരു ഡെറിവേഷൻ ആണ് അല്ലേ? 3 മാർക്കിൻ്റെ ഒരു ഡെറിവേഷൻ ആണ്. Derive the expression for work done in a isothermal process. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്. ഈ ഐസോതെർമൽ പ്രോസസ് ആയിരിക്കും എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ടി കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തൊക്കെ വേരിയബിൾസ് ആണ്? പ്രഷറും വോളിയവും വേരിയബിൾ ആയിരിക്കും. സോ ഇനിഷ്യൽ സ്റ്റേറ്റിലെ
പ്രഷർ P1 വോളിയം V1 ആണ്. ദിസ് ചേഞ്ചസ് ടു P2 ആൻഡ് വോളിയം ഇസ് V2. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പം പ്രഷറും വോളിയം ചേഞ്ച് ആകുമ്പോൾ അവിടെ ചെറിയൊരു വർക്ക് നടക്കും. സ്മോൾ വർക്ക് ഡൺ. എന്താണ് വർക്ക് ഡണിന്റെ ഫോർമുല? സ്മോൾ വർക്ക് ഡൺ ആണെങ്കിൽ dW is equal to എന്ത് എഴുതാം? P into dV എന്ന് എഴുതാം. നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചു വർക്ക് ഡണിന്റെ. വർക്ക് ഡൺ സ്മോൾ വർക്ക് ഡൺ ആണെങ്കിൽ dW is equal to P dV. ടോട്ടൽ വർക്ക് ഡൺ ആണെങ്കിലോ W is equal to ഇന്റഗ്രൽ V1 to V2 P dV. ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ് എന്നാണ്. അപ്പോൾ ചെറിയൊരു വർക്ക് ഡൺ ആണ് dW is equal to P dV എന്ന് എഴുതി. അങ്ങനെയാണ് വാട്ട് ഇസ് ടോട്ടൽ വർക്ക് ഡൺ? ഫോർ ഗെറ്റിംഗ് ടോട്ടൽ വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഡൺ ആണെങ്കിൽ that is W is equal to എന്നുള്ള ഫോർമുല ഇന്റഗ്രൽ V1 to V2 P dV. ക്ലിയർ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 P dV. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് വി നോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to what? PV is equal to nRT എന്നാണ്. PV is equal to nRT. N-ഉം R-ഉം T-യും ഇത് മൂന്നും കോൺസ്റ്റന്റ് ആണ്. സോ ഫ്രം ദ ഗിവൺ ഫോർമുല വാട്ട് ഇസ് P? P is equal to ഈ V എന്ന ടേം എന്ത് ചെയ്യണം? റൈറ്റ് ഇക്കോട്ട് പോകണം. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ബൈ ആയിട്ട് മാറും. P is equal to nRT divided by V. nRT by V. So we can substitute the value P here. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. Therefore W is equal to integral V1 to V2 then P. What is P? The value of P is what? nRT. nRT divided by V into dV is equal to nRT. ഇത് മൂന്ന് എന്താണ് ഇവിടെ? കോൺസ്റ്റന്റ് ടൈം ആണല്ലേ. കോൺസ്റ്റന്റ് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് nRT. nRT into ഇന്റഗ്രൽ V1 to V2 1 by V into dV. 1 by V into dV. ഇവിടെ N-ഉം R-ഉം T മൂന്നും കോൺസ്റ്റന്റ് ആണ്. സോ ഇന്റഗ്രൽ പുറത്തെടുത്തതിന് ശേഷം വേരിയബിൾ ഏത് മാത്രമേ ഉള്ളൂ? വോളിയം ആണ് വേരിയബിൾ. 1 by V into dV. നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട് ഇവിടെ. സ്റ്റാൻഡേർഡ് ഫോം ആണ് ഇന്റഗ്രൽ ഓഫ് 1 by x dx. ഇന്റഗ്രൽ ഓഫ് 1 by x dx ആണെങ്കിൽ എന്താണ് ഫോർമുല? log x എന്നാണ്. log x ലോഗരിതമിക് എക്സ്പാൻഷൻ ആണ്. ദാറ്റ് ഈസ് log x ആണ്. 1 by x dx എന്താണ്? log x ആണ്. അതനുസരിച്ച് ഇന്റഗ്രൽ ഓഫ് 1 by v dv. എക്സിന് സ്ഥാനത്തോടെ v ഇരിപ്പുണ്ട്. 1 by v dv അങ്ങനെ എഴുതാം. log v എന്ന് എഴുതാം അല്ലേ. nRT into log v എന്ന് എഴുതാം. The limit is from where to where? V1 to V2. V1 to V2. Limit is from V1 to V2. ഇത് ഓക്കെ ആണോ? ആദ്യം വർക്ക് ഡൺ ഫോർമുല എഴുതി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വാട്ട്? വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 P dV. പിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് P is equal to nRT by V എന്നാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ nRT by V into dV എഴുതി. കോൺസ്റ്റന്റ് ടേംസ് എല്ലാം ഇന്റഗ്രലിന് പുറത്തെടുത്തു. സോ ഇന്റഗ്രൽ 1 by V dV. ദിസ് ഈസ് സിമിലർ ടു സ്റ്റാൻഡേർഡ് ഫോം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by x dx എന്നാണ്. വാട്ട് ഈസ് 1 by x dx? 1 by x dx ഈക്വൽ log x. അതനുസരിച്ച് 1 by V dV എന്ന് എഴുതാം. 1 by V dV ഈക്വൽ ടു log V എന്ന് എഴുതാം. ലിമിറ്റ് ഈസ് ഫ്രം V1 to V2. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്. ദാറ്റ് ഈസ് W is equal to therefore W is equal to nRT upper limit log V2 minus log V1. upper limit minus lower limit log V2 minus log V1. log A minus log B. എന്താണ് log A minus log B? log A minus log B equal to log A by B അല്ലേ. log A by B. Okay, log A by B. That is work done equal to nRT log V2 by V1. So this is the expression for work done in isothermal process. എന്താണ് work done ഫോർമുല? work done in isothermal process എന്താണ്? W is equal to nRT log V2 by V1. ക്ലിയർ ആണത്? ഒരു സിമ്പിൾ ആയ ഡെറിവേഷൻ ആണ്. നമുക്ക് ലോഗ് മീൻസ് ഇത് എക്സ്പെൻഷ്യൽ ലോഗരിതമാണ്. ഈ എക്സ്പെൻഷ്യൽ ലോഗരിതത്തെ കൺവേർട്ട് ചെയ്ത് നാച്ചുറൽ ലോഗരിതം ആക്കാൻ പറ്റും. എക്സ്പെൻഷ്യൽ ലോഗരിതത്തെ കൺവേർട്ട് ചെയ്ത് നാച്ചുറൽ ലോഗരിതം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതനുസരിച്ച് ഇക്വേഷൻ W is equal to 2.303 nRT log V2 by V1. രണ്ടും എന്ത് തന്നെയാണ്? വർക്കിൻ്റെ ഫോർമുല തന്നെയാണ്. സോ ഇതൊരു എഴുതിയാലും ഓക്കെയാണ് കേട്ടോ. വർക്ക് ഡൺ ഈക്വൽ ടു nRT ഇൻറ്റു log V2 by V1. അതൊരു ആയാലും ഓക്കെയാണ്. ക്ലിയർ? ദിസ് ഈസ് വർക്ക് ഡൺ ഇൻ
isothermal process. Clear? So next is adiabatic process. So adiabatic process ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? വേഗം കമന്റ് ചെയ്തേ. In adiabatic process which is constant. Isothermal ആണെങ്കിൽ temperature constant. Adiabatic process ആണെങ്കിലോ in adiabatic process which is constant. Pressure ആണോ? Adiabatic process pressure അല്ലല്ലോ. Q is constant. എന്താണ്? Q is constant. Heat energy is constant. So for an adiabatic process, no heat exchange takes place between systems and surroundings. ഇപ്പോൾ നമ്മൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇത് ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് നിന്ന് ഒരിക്കലും ഇതിനകത്തുള്ള ഹീറ്റ് പുറത്തോട്ട് പോവുകയോ പുറത്തുള്ള ഹീറ്റ് അകത്തോട്ട് വരത്തുകയോ ചെയ്യത്തില്ല. There is no exchange of heat between systems and surroundings. ഈ സിസ്റ്റത്തിനകത്ത് നിന്ന് പുറത്തോട്ട് സറൗണ്ടിങ്സിനകത്തോട്ട് എന്ത് ചെയ്തില്ല, ഹീറ്റ് ഫ്ലോ നടക്കത്തില്ല. എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിനകത്തുള്ള എനർജി Q is remains constant. Q remains constant. So such type of process is called what? Adiabatic process. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? Adiabatic process എന്ന് പറയുന്നത്. ഈ വാൾസ് മസ്റ്റേഡ് എന്തായിരിക്കണം? ഹീറ്റ് പുറത്തോട്ട് പോകാണ്ടിരിക്കണമെങ്കിൽ ദിസ് വാൾ, ഈ ഒരു വാൾ എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് വാൾ യൂസ് ചെയ്യണം. സോ പെർഫെക്റ്റ്ലി എ പ്രോസസ് ഇൻ വിച്ച് ദ സിസ്റ്റം ഈസ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ഫ്രം ഇറ്റ് സറൗണ്ടിങ്. അങ്ങനെയാണെങ്കിൽ ദിസ് വാൾ മസ്റ്റ് ബി എൻ ഡയാതെർമിക് വാൾ യൂസ് ചെയ്യുക. ഡയാതെർമിക് വാൾ. ഐസോതെർമൽ പ്രോസസ് ആണ് എന്ത് യൂസ് ചെയ്യണം? കണ്ടക്റ്റിംഗ് വാൾ യൂസ് ചെയ്യണം അല്ലേ? So not diathermic, this is adiabatic wall. Okay, this is an adiabatic wall. Systems and surrounding പുറത്തോട്ടൊന്നും ഹീറ്റ് ഫ്ലോ നടക്കത്തില്ല. ഇവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൾസ്, ഈ ഒരു വാൾ ഇങ്ങനെയുള്ള വാളായിരിക്കും. ദിസ് വാൾ മസ്റ്റ് ബി ആൻ ഇൻസുലേറ്റിംഗ് വാൾ ഓർ adiabatic wall. Adiabatic wall or insulating wall. Insulating wall. Okay. Q എന്തായിരിക്കും? Q റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർമ്മ വെച്ചോ, ഒരു അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും അവിടെ? Q. Q means what? Heat remains constant. There is no transfer of heat into or out of the system. അകത്തോട്ടോ പുറത്തോട്ടോ എന്ത് ചെയ്തില്ല, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല. The total heat energy remains constant. Heat energy എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. Then from first law of thermodynamics, അനുസരിച്ച് ഇങ്ങനെ എഴുതാം. From first law of thermodynamics, delta Q is equal to delta U plus delta W എന്നാണ് അല്ലേ? delta Q is equal to delta U plus delta W. ഇതിനകത്ത് ഏത് സീറോയാണ്? Q കോൺസ്റ്റന്റ്. Q കോൺസ്റ്റന്റ് ആണെങ്കിൽ വാട്ട് അബൌട്ട് ഡെൽറ്റ Q? Q കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി സീറോ ആയിട്ട് പോകും. സോ ദിസ് ടേംസ് ടെൻസ് ടു സീറോ. Therefore, delta U is equal to minus delta W. The change in internal energy is equal to work done on the system minus of work done. Clear? The adiabatic process. In adiabatic process, the total heat energy remains constant ആയിരിക്കും. That means change in heat energy is equal to zero. From the first law of thermodynamics, delta Q is equal to delta U plus delta W. In this equation, what about delta Q? Delta Q tends to zero. Therefore, delta U is equal to minus delta W. Clear? ഇനി ഇതിനകത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് ഇക്വേഷൻ കൂടെ ഉണ്ട്. Adiabatic process first equation, first one is PV power gamma equal to constant. PV power gamma equal to constant. Okay, PV power gamma equal to constant. What is gamma? Gamma is called specific ratio. That is gamma equal to Cp by Cv. Gamma equal to Cp by Cv. The second relation is TV power gamma minus 1 equal to constant. TV power gamma minus 1 equal to constant. The third relation is P power 1 minus gamma, then T power gamma is equal to constant. Adiabatic process മൂന്ന് equations ഒക്കെയാണ്. Then PV power gamma equal to constant, then TV power gamma minus 1 equal to constant, P power 1 minus gamma,
T per gamma equal to constant. What is gamma? Gamma is called specific ratio. Specific ratio. It's a formula that is Cp by Cv. Gamma equal to Cp by Cv. Clear? So another important derivation is work done in adiabatic process. Work done in adiabatic process. Very important. Work done for W is equal to 1 by gamma minus 1 into P1 V1 minus P2 V2. Work done in adiabatic process equation ആണ് W is equal to gamma minus 1 into P1 V1 minus P2 V2. Or we can also be written as work done equal to NR divided by gamma minus 1 into T1 minus T2. എന്താണ് ഇക്വേഷൻ? വർക്ക് ഡൺ ഇക്വേഷൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. വർക്ക് ഡൺ ഈക്വൽ ടു 1 by gamma minus 1 into P1 V1 minus P2 V2, or we can write work done equal to NR divided by gamma minus 1 into T1 minus T2. Clear? Okay. The next is isochoric process. എന്താണ് isochoric process? The process in which volume remains constant. Volume constant ആണെങ്കിൽ എന്താ പറയുക? Volume constant ആണെങ്കിൽ, volume remains constant. Volume constant ആണെങ്കിൽ this is called isochoric process എന്ന് പറയും. V is constant. V is equal to constant. Okay, volume constant. What about delta V? V constant ആണെങ്കിൽ what about delta V? Okay, good. Volume constant. V is constant. What about delta V? Change in volume is equal to zero. Very good. Okay. Change in volume equal to 0. Clear? Delta V equal to 0. From ideal gas equation, PV is equal to, from ideal gas equation, what about PV? PV is equal to nRT. PV is equal to nRT. ഇതിനകത്ത് ഓക്കെ 0. ഇതിനകത്ത് വി കോൺസ്റ്റന്റ് അല്ലേ? വി ഇസ് കോൺസ്റ്റന്റ്, എൻ കോൺസ്റ്റന്റ്, ആർ കോൺസ്റ്റന്റ്. 3 ടൈം കോൺസ്റ്റന്റ് ആണ്. വി ഇസ് കോൺസ്റ്റന്റ്, എൻ കോൺസ്റ്റന്റ്, ആർ കോൺസ്റ്റന്റ്. സോ വേരിയബിൾസ് ആർ ഏതൊക്കെയാണ്? പിയും ടി വേരിയബിൾ ആണ്. പി പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതാം, ടി എന്ന് എഴുതാം. പി പ്രൊപ്പോർഷണൽ ടി ഓർ പി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഒരു ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനകത്ത് പി ബൈ ടി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും എന്തായിരിക്കും? വേരിയബിൾ ആണ്. വി ഇസ് കോൺസ്റ്റന്റ്. ദെൻ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഇക്വേഷൻ അനുസരിച്ച് ഫ്രം ഫസ്റ്റ് ലോ PV is constant. PV is constant for isothermal. PV is constant for isothermal. P by T is constant for isochoric. Okay. From first law thermodynamics, delta Q is equal to delta U plus delta W. Right? How to write delta W? P delta V. Delta Q is equal to delta U plus P delta V. Delta W can be written as P delta V. What is delta V? Delta V 0 ആയിട്ട് പോയി അല്ലേ? Delta V 0 ആയിട്ട് പോയാൽ this time എന്തായി പോകും? 0 ആയിട്ട് പോകും. Delta Q equal to delta U. Delta Q എന്തായി പോകും? Delta U ഈക്വൽ ആയിട്ട് മാറും. Where delta W equal to 0. Work done എന്തായി പോകും? 0. Very important. Work done in isochoric process equal to what? Okay, P by T is constant. Okay. Work done in isochoric process is what? Work done equal to 0. Work done in isochoric process is equal to 0. That means V is constant. V constant ആയി പോയപ്പോൾ ചേഞ്ച് ഇൻ വോളിയം 0 ആയിട്ട് മാറി. അതനുസരിച്ച് വർക്ക് ഡൺ എന്തായി പോയി? വർക്ക് ഡൺ is equal to 0. Clear? This is isochoric process. Yeah, internal energy is completely used to, not internal energy, heat energies. അല്ലെ, കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന കംപ്ലീറ്റ് എനർജി എന്തായിട്ട് മാറി? ഇസ് ഓൺലി യൂസ് ടു ഇൻ ഇന്റർണൽ ഫോം. ആ സിസ്റ്റത്തിനകത്തുള്ള ഇന്റർണൽ എനർജിക്ക് മാത്രം വേണ്ടി യൂസ് ചെയ്തു. അല്ലേ, ഒരു സിസ്റ്റത്തിനകത്ത് കുറച്ച് എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് എനർജി ഏതിനു വേണ്ടി മാത്രം യൂസ് ചെയ്തു? ഇന്റർണൽ എനർജിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഫൈൻ. ദെൻ നെക്സ്റ്റ് പ്രോസസ് ഈസ് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും ഇവിടെ? In isobaric process, pressure is constant. ഏത് കോൺസ്റ്റന്റ് ആണ്? Isobaric process ആണെങ്കിൽ pressure remains constant. Pressure is constant. This is called isobaric process. P remains constant. P is constant.
ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് പി വി is equal to nRT. പി വി is equal to nRT. പ്രഷർ കോൺസ്റ്റന്റ് പറയുമ്പോൾ പി കോൺസ്റ്റന്റ് ആയിരിക്കും, എൻ കോൺസ്റ്റന്റ് ആണ്, ആറും കോൺസ്റ്റന്റ് ആണ്. സോ വി പ്രപ്പോർഷണൽ ടു എന്തായി മാറും? വി പ്രപ്പോർഷണൽ ടു ടി എന്ന് പറയാം. ഓക്കെ, പ്രഷർ ഇസ് കോൺസ്റ്റന്റ്, റൈറ്റ്? ഈ ടി താഴെ വരുമ്പോൾ വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്. വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്, റൈറ്റ്? ഇൻ ഐസോബാറിക് പ്രോസസ് pressure constant V proportional to T, V by T equal to constant. Clear? Then what is work done equation? Work done in isobaric process. Work done. Okay. Work done in isobaric process. Then work done formula. Work done equal to integral V1 to V2 PdV. PdV. P. What is P? P is constant. Constant time integral that is P into integral dv. What is integral of dv? Integral of dx x ആണെങ്കിൽ, integral of dx x ആണെങ്കിൽ integral of dv എങ്ങനെ എഴുതാം? v എന്ന് എഴുതാം. p into then limit is v, limit is from v1 to v2. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എഴുതാം, ലിമിറ്റ് അപ്ലൈ ചെയ്താൽ upper limit minus lower limit, p into v2 minus v1. So this is work done. What's work done equation? Work done equal to p into v2 minus v1. This is work done in isobaric process. In isobaric process, work done equal to P into V2 minus V1. P into V2 minus V1. Clear ആണോ? Then last process is cyclic process. എന്താണ് cyclic process? നമുക്കൊരു പി വി ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പി വി ഗ്രാഫ്, ദിസ് ഇസ് പി, ഓക്കെ, ദിസ് ഇസ് ടേക്കൺ as V. വോളിയം ഇസ് ബി ആൻഡ് പ്രഷർ ഇസ് ബി. ഒരു പ്രോസസ്സ് നടക്കുകയാണ്. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് ഒരു പ്രോസസ്സ് നടന്നു. ദിസ് ഈസ് എ ടു ബി. ഒരു പ്രോസസ്സാണ്, തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നു. ഇതേ പ്രോസസ്സ് വീണ്ടും തിരിച്ച് ബിയിൽ നിന്ന് വീണ്ടും തിരിച്ച് എയിലോട്ട് എത്തുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? സൈക്ലിക് എന്ന് പറയാം. എന്ന് വെച്ചാൽ സെയിം പ്രോസസ് ഈസ് റിപ്പീറ്റഡ്. ഓക്കെ, സെയിം പ്രോസസ്സ് അല്ലേ? സൈക്ലിക് വെച്ചതാണ് റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് നടക്കുന്ന പ്രോസസ്സാണ് എന്ത് വിളിക്കുന്നത്? സൈക്ലിക് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പി വി ഗ്രാഫിനകത്ത് എയിൽ നിന്ന് ബിയിലോട്ട് പ്രോസസ്സ് നടന്നു. അതേ സെയിം പ്രോസസ്സ് വീണ്ടും തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് എത്തുകയാണ്. സെയിം പ്രോസസ് ഈസ് റിപ്പീറ്റഡ്. ദിസ് ഈസ് കോൾഡ് വാട്ട്? സൈക്ലിക് പ്രോസസ്. അപ്പോൾ ഇനിഷ്യലും ഫൈനലും സെയിം പോയിന്റ് ആണ്. ദിസ് ഈസ് കോൾഡ് സൈക്ലിക് പ്രോസസ്. ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? യു ഈസ് കോൺസ്റ്റന്റ്. ഒരു സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ ആ സൈക്ലിക് പ്രോസസ്സിനകത്ത് ഇന്റേണൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് യു കോൺസ്റ്റന്റ് ആണെങ്കിൽ വാട്ട് അബൌട്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി? ഡെൽറ്റ യു ഈക്വൽ ടു വാട്ട്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു, ഒരു സൈക്ലിക് പ്രോസസ് എന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേറ്റ് ഇനിഷ്യൽ സെയിം ആയിരിക്കും. അപ്പം അതിനകത്ത് ടോട്ടൽ എനർജി, ടോട്ടൽ ഇന്റേണൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇഫ് ടോട്ടൽ ഇന്റേണൽ എനർജി ഈസ് കോൺസ്റ്റന്റ് മീൻസ് വാട്ട് അബൌട്ട് ചേഞ്ച് ഇൻ ഡെൽറ്റ യു? വെരി ഗുഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഡെൽറ്റ യു ഈക്വൽ ടു 0. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു മാർക്കൊക്കെ ചോദിക്കാം. ഇൻ സൈക്ലിക് പ്രോസസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു വാട്ട്? 0. സോ ദിസ് ഈസ് സൈക്ലിക് പ്രോസസ്. ക്ലിയർ ആയോ? അത്രയും എന്തൊക്കെ പഠിച്ചു? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഐസോതെർമൽ പ്രോസസ് എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞേ? ഐസോതെർമൽ പ്രോസസ് എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? ഇൻ ഐസോതെർമൽ പ്രോസസ് വിച്ച് ഈസ് കോൺസ്റ്റന്റ്? ഐസോതെർമൽ പ്രോസസ് വിച്ച് ഈസ് കോൺസ്റ്റന്റ്? വേഗം. T, temperature constant ആയിരിക്കും. വെരി ഗുഡ്. ദെൻ അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിലോ? ഇൻ അഡിയബാറ്റിക് പ്രോസസ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ടെമ്പറേച്ചർ. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ Q, heat energy is constant. Heat energy is constant. Isobaric process ആണെങ്കിൽ ഓക്കെ, Q. Isobaric process. വേഗം. Pressure. Okay, pressure is constant. Then isochloric process ആണെങ്കിൽ isochloric process. Okay, isobaric pressure constant. Isochloric process. Volume constant. Then volume. Okay, good. Cyclic process ആണെങ്കിൽ
സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ ഏത് കോൺസ്റ്റന്റ് ആയിരിക്കും? ഇന്റേണൽ എനർജി, ഇന്റേണൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ ഇന്റേണൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. ദിസ് ഇസ് ഇന്റേണൽ എനർജി. അപ്പോൾ തെർമോഡൈനാമിക്സ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഈ ഇത്രയും പ്രോസസ്സാണ് പഠിക്കാനുള്ളത്. ഐസോതെർമൽ, അഡിബേറ്റഡ് പ്രോസസ്, ഐസോബാറിക്, ഐസോകോറിക് ആൻഡ് സൈക്ലിക് പ്രോസസ്. ഇതിൻ്റെയൊക്കെ ടേം ഓർത്ത് വെച്ചോ, വർക്ക് ഡൺ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. ദെൻ ഓക്കെ താങ്ക് യു. വർക്ക് ഡൺ ഇക്വേഷൻ, അതുപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, വെച്ചിട്ടുള്ള ഇക്വേഷൻ, ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് വെച്ചുള്ള ഇക്വേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചേക്കണം. സോ എല്ലാവർക്കും നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ സ്റ്റഡി വെരി വെൽ. ഗുഡ് ലക്ക് ടു ഓൾ. ഗുഡ് നൈറ്റ്.